ഈ സൂറത്തിന് ത്വലാഖ് എന്ന് പേര് വന്നു. ത്വലാഖ് എന്ന് കേൾക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും അതൊരു ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരേകദേശ ധാരണ ഈ വിഷയത്തിൽ നമുക്ക് വേണം. എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ അതിൽ കയറി ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളെ വല്ലാതെ പരിഹസിക്കുന്നവരും അതുപോലെ തന്നെ അതിൽ ഭേദഗതി വേണമെന്ന് വാദിക്കുന്നവരൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരം വിഷയം നിഷ്പക്ഷ കോണിലൂടെ വീക്ഷിക്കുന്ന ഒരാൾക്ക് ആർക്കും ശരീഅത്തിലെ ഇത്തരം നിയമങ്ങളെ സംബന്ധിച്ച് എതിർക്കാൻ കഴിയില്ല. സത്യം ബോധ്യം വരും. പക്ഷെ നമുക്ക് ഉറങ്ങുന്ന ആളുകളെ ഉണർത്താൻ കഴിയും. ഉറക്ക് അഭിനയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെ ഉണർത്താൻ പ്രയാസം. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹമോചനത്തെ സംബന്ധിച്ചും ഇദ്ദയെ സംബന്ധിച്ചും എല്ലാം വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലും അതുപോലെ തന്നെ സൂറത്തുൽ നിസായിലുമൊക്കെ ഇതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ സൂറത്തുൽ നിസായിലും അതുപോലെ തന്നെ അൽ ബഖറയിലൊക്കെ പറഞ്ഞതിന്റെ വിശദീകരണം സൂറത്തു തലാഖിലെ ഈ വചനങ്ങളാക്കാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ്. അതോടുകൂടെ തന്നെ വളരെ തഖ്വയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം. ഈ വിഷയത്തിലടക്കം ഒരാൾക്ക് വിശുദ്ധി ഉണ്ടെങ്കിൽ അവനിക്ക് അല്ലാഹു തആല ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും രക്ഷ നൽകുന്നതിനെ സംബന്ധിച്ച് ഇന്ന് ഓതിവെച്ച ലാസ്റ്റ് ആയത്തിൽ പറയുന്നുണ്ട്. അത് ഏറെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നമുക്കൊക്കെ വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബി ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിൻ വഅഹ്സുൽ ഇദ്ദഹ വത്തഖുല്ലാഹ റബ്ബക്കും ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിൻ ولا يخرجن إلا أن يأتين بفاحشة مبينة وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا يا أيها النبي ഓ നബിയേ. ശ്രദ്ധേയമായി ഈ വിഷയം തിരുദൂതരെ വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നതെങ്കിലും നമ്മോടാണ് പറയുന്നത്. യാ അയ്യുഹൻ നബി, ഓ നബിയെ, ഇദാ തല്ലഖ്തുമുൻ നിസാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വിവാഹമോചനം നടത്തുന്നതായാൽ അവരുടെ ഇദ്ദ സമയത്ത് തലാഖ് ചൊല്ലണം. ആ ഇദ്ദ സമയത്ത് നിങ്ങൾ കണക്കാക്കണം. വത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിം, ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പുറത്താക്കരുത്. വലാ യഖ്റുജു, അവർ പുറത്തു പോകാനും പാടില്ല. ഇല്ലാ അൻ യഅ്തീന ബിഫാഹിശത്തിൻ മുബയ്യിന, വ്യക്തമായ നീചവൃത്തിയെ അവർ കൊണ്ടുവന്നാലല്ലാതെ ഒരിക്കലും അവർ പുറത്തു പോകരുത്, പുറത്താക്കരുത്. വതിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ നിയമപരിധികളാണ്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹു,
ആരെങ്കിലും അല്ലാഹുവിന്റെ നിയമപരിധിയെ വിട്ടുകടന്നാൽ, അത് ലംഘിച്ചു കഴിഞ്ഞാൽ അവനെ സ്വന്തത്തെ അതിക്രമിച്ചവനാണ്. ലാ തദ്രീ ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറാ. നിനക്കറിയില്ല, അല്ലാഹു അതിന്റെ ശേഷം പുതുതായി വല്ലതും ഉണ്ടാക്കിയേക്കാം. ഇതാണ് ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത്. ഇവിടെ ആദ്യം തന്നെ അല്ലാഹു പറയുന്നത്, ഓ നബിയെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ, പെണ്ണുങ്ങളെ വിവാഹമോചനം നടത്തുന്നതായാൽ ഇദ്ദ സമയത്ത് തലാഖ് ചൊല്ലണം. എന്നിട്ട് അതിന്റെ എണ്ണം നിങ്ങൾ കൃത്യമാക്കണം, ക്ലിപ്തപ്പെടുത്തണം, കണക്കാക്കണം. എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇദ്ദ സമയത്ത് തലാഖ് ചൊല്ലണമെന്ന് പറഞ്ഞാൽ, ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെണ്ണ്, തലാഖ് ചൊല്ലപ്പെട്ട ഒരു പെണ്ണ്, അതിന്റെ ശേഷം ആ പെണ്ണ് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് കാത്തിരിക്കേണ്ട ഒരു സമയം, അതിനാണ് ഇദ്ദ എന്ന് പറയുന്നത്. ഒരു പെണ്ണിന് തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ആ പെണ്ണിന് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ അതിന്റെ ഇടയിൽ നിർബന്ധമായും കാത്തിരിക്കേണ്ട ഒരു കാലമുണ്ട്, ദീക്ഷാകാലം, ഇദ്ദ. അത് വേണ്ട എന്ന് വെക്കാൻ ആർക്കും അധികാരമില്ല. 3 ശുദ്ധികാലമാണ് ആർത്തവമുള്ള ഒരു പെണ്ണ് ഇദ്ദയിരിക്കേണ്ടത്, തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ്. അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. ആർത്തവം തീരെ ഇല്ലാത്ത പെണ്ണ്, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ആർത്തവം നിലച്ചുപോയി, അവരൊക്കെ എത്രയാണ് എഴുത്തേരിക്കേണ്ടത്? അതൊക്കെ ശേഷം വരുന്നുണ്ട്. ഭർത്താവ് മരിച്ചതാണെങ്കിൽ അവിടെ പിന്നെ ആർത്തവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ സ്ത്രീകളും ഇദ്ദയിരിക്കേണ്ടത് 4 മാസം 10 ദിവസം. ഇത് എല്ലാവർക്കും ഒരുപോലെ. എന്നാൽ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഇദ്ദയിരിക്കേണ്ടത് ആർത്തവകാരിയാണെങ്കിൽ 3 ശുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ ഈ പെണ്ണിന്റെ ഇദ്ദ വേഗത്തിൽ തീർന്ന്, ഈ 3 ശുദ്ധികാലം അത് വേഗത്തിൽ തീർന്ന് അവൾക്ക് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം. അതുകൊണ്ട് തലാഖ് ചൊല്ലുന്നത് ഏത് സമയത്താകണം? ഒരാള് തന്റെ ഭാര്യയെ തലാഖ് ചൊല്ലുന്നത് ഒരു നിർബന്ധിത ഘട്ടത്തിൽ അവൻ തലാഖ് ചൊല്ലുകയാണെങ്കിൽ വേണ്ടത് എപ്പോഴാണ്? ഒരു പെണ്ണ് അവളുടെ ആർത്തവത്തിൽ നിന്ന് വിരമിച്ചതിന്റെ ശേഷം, അവൾ ശുദ്ധിയായതിന്റെ ശേഷം, പിന്നെ അവളുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നതിന് മുമ്പാണ് തലാഖ് ചൊല്ലേണ്ടത്. ആർത്തവ സമയത്തും തലാഖ് ചൊല്ലാൻ പാടില്ല. ആർത്തവം കഴിഞ്ഞ് അവൾ കുളിച്ച് ശുദ്ധിയായി പിന്നെ അവളെ ബന്ധപ്പെട്ടതിന്റെ ശേഷവും തലാഖ് ചൊല്ലാൻ പാടില്ല. ആർത്തവ സമയത്ത് തലാഖ് ചൊല്ലല് ഹറാമാണ്. ആർത്തവത്തിൽ നിന്ന് വിരമിച്ച് അവൾ ശുദ്ധിയായതിന്റെ ശേഷം പിന്നീട് അവളെ ബന്ധപ്പെടുന്നതിന് മുമ്പാണ് അവളെ തലാഖ് ചൊല്ലേണ്ടത്. ബന്ധപ്പെട്ടതിന്റെ ശേഷം പിന്നെ തലാഖ് ചൊല്ലാൻ പാടില്ല. പിന്നെ ആ ശുദ്ധി കഴിഞ്ഞ് പിന്നെ ആർത്തവം കഴിഞ്ഞ് പിന്നെ ശുദ്ധിയായിട്ട് ചെയ്യണം. നേരെ മറിച്ച് ഒരാള് ആർത്തവ സമയത്ത് തലാഖ് ചൊല്ലി ഹറാമാണ്, തലാഖ് സംഭവിക്കും. ഭാര്യയുമായി ബന്ധപ്പെട്ടതിന്റെ ശേഷം പിന്നീട് തലാഖ് ചൊല്ലി അവൾ ഗർഭിണിയാണോ അല്ല എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ തലാഖ് ചൊല്ലിയാൽ ഹറാമാണെങ്കിലും തലാഖ് സാധുവാകും, തലാഖ് സംഭവിക്കും. ഈ ശുദ്ധി സമയത്ത് അവളുമായി ബന്ധപ്പെടുന്നതിന്റെ മുമ്പാണ് ത്വലാഖ് ചൊല്ലേണ്ടതെന്ന് പറയാൻ കാരണം 3 ശുദ്ധിയാണ് ഇദ്ദയിരിക്കേണ്ടത്. ശുദ്ധി സമയത്ത് ഒരാൾ തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ ആ ശുദ്ധി കഴിഞ്ഞ് അടുത്ത ആർത്തവ ചക്രം വരുന്ന സമയത്ത് അതിലേക്ക് ആ പെണ്ണ് പ്രവേശിക്കുമ്പോൾ ഒരു ശുദ്ധി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഈ പെണ്ണിന്റെ ഇദ്ദന്റെ ടൈം കുറഞ്ഞു കിട്ടും. അതാണ് വേണ്ടത്, അവൾക്ക് സൗകര്യത്തിനാണ്. എന്തായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ത്വലാഖിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം വിവാഹത്തെ പറ്റി പറയണം. വിവാഹം ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവാഹം കഴിക്കാതെ ഇരുന്ന് ഇബാദത്തിൽ മുഴുകല്ല വേണ്ടത്, വിവാഹം കഴിക്കണം. അങ്ങനെ അവർക്ക് അതുവഴി സന്താനങ്ങൾ ജനിക്കുമ്പോൾ ആ സന്താനങ്ങളൊക്കെ ഭാവിയിൽ ഈ ഉമ്മത്തിലെ ഓരോ മെമ്പർമാരാണ്. അവരൊക്കെ എത്ര കർമ്മങ്ങൾ ചെയ്യുന്നോ, ദീന് അവരിലുണ്ടോ, അതിന്റെ ഒരു വിഹിതം ഈ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്പയ മുർസലുകളൊക്കെ കല്യാണം കഴിച്ചത്.
ഈ ലോകത്തെ ഏറ്റവും സ്ഥാനമുള്ള ആള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ തിരുദൂതന്റെ 25-ാമത്തെ വയസ്സിൽ ആദ്യ വിവാഹം നടന്നു. ഖദീജ റളിയല്ലാഹു അൻഹ 25 കൊല്ലം ആ ദാമ്പത്യ ജീവിതം ഒരു സൗന്ദര്യ പിണക്കം പോലും ഇല്ലാതെ മുന്നോട്ട് പോയി. അപ്പോ തിരുദൂതർക്ക് 50 വയസ്സായി. തന്നെക്കാൾ 15 വയസ്സ് കൂടുതലായിരുന്നു ഖദീജ ബീവിക്ക്. ഖദീജ ബീവിക്ക് 65 വയസ്സായി. ആ സന്ദർഭത്തിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയും. അതുവരെ നബി തങ്ങൾ ബഹുഭാര്യത്വം സ്വീകരിച്ചിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ ശേഷമാണ് അള്ളാഹുവിന്റെ തിരുദൂതർ സൗദ ബീവിയെയും ആയിഷ ബീവിയെയും അടക്കം മറ്റുള്ള എല്ലാ പത്നിമാരെയും സ്വീകരിച്ചത്. അതിലൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഭർത്താക്കന്മാർ മരിച്ചവരും, അതുപോലെ തന്നെ വേറെ ഒരു മാർഗവുമില്ല, ഒന്നെങ്കിൽ ഇസ്ലാമിന് രാജിവെക്കണം, അതല്ലെങ്കിൽ ശത്രുക്കളുടെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങണം, അങ്ങനെ മരിക്കണം. ഇത്തരം ഘട്ടങ്ങളിലെത്തിയ ചില സഹോദരന്മാരെ റസൂല് വിവാഹം കഴിച്ച് അവർക്ക് സംരക്ഷണം കൊടുത്തു. 50 വയസ്സ് കഴിഞ്ഞ റസൂലാണ് ബഹുഭാര്യത്വം സ്വീകരിച്ചത്. ചിലരൊക്കെ റസൂലിനെ ഒരു സ്ത്രീകളുടെ ആളാണ് എന്ന് ശത്രുക്കൾ ജൂതന്മാർ പ്രചരിപ്പിക്കാറുണ്ട്, ചരിത്രമറിയാത്തത് കൊണ്ട്. റസൂൽ തന്റെ 25-ാമത്തെ വയസ്സിലും 30-ലൊക്കെയാണ് ഈ പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിച്ചതെന്നാണ് ഇവരുടെ ധാരണ. അല്ലല്ലോ. റസൂല് തന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവിയുടെ കാലത്ത് വേറെ ഒരു ഭാര്യമാരെ സ്വീകരിച്ചിട്ടില്ല. ഖദീജ ബീവി വഫാത്തായതിന്റെ ശേഷം ബഹുഭാര്യത്വം സ്വീകരിച്ചു. അപ്പൊ നബിക്ക് 50 കഴിഞ്ഞു. മാത്രമല്ല 6 വയസ്സുള്ള ഒരു ബാലികയെ ആയിഷ റളിയല്ലാഹു അൻഹയെ 50 കഴിഞ്ഞ ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു പെണ്ണ് എന്നുള്ള രൂപത്തിലാണോ, അങ്ങനെ ഇന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത് പോലെയാണോ ഉദ്ദേശം? അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സഹോദരായ, ഈ ലോകത്ത് ഏറ്റവും അധികം അള്ളാഹു സ്ഥാനം നൽകിയ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്ഥാനമുള്ള സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിൽ തന്നെ ശരീഅത്തിന്റെ നിയമങ്ങളെ മാറ്റം വരുത്താനും അത് കൈവിട്ടു പോകാനും ആരെങ്കിലും തയ്യാറായാൽ അള്ളാഹ് പറയുന്നത് പകരം നല്ല ആളുകളെ കൊണ്ടുവരുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെടും, അള്ളാഹു അവരെയും ഇഷ്ടപ്പെടും. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് ഉദ്ദേശം വന്നു. മുസൈലിമ അടക്കമുള്ള ഭേദഗതി ചെയ്യാൻ വേണ്ടി വന്ന, നിസ്കാരം വേണ്ട എന്ന് പറഞ്ഞ, സക്കാത്ത് വേണ്ട എന്ന് പറഞ്ഞ, വ്യഭിചാരമാവാം മദ്യപാനമാവാം എന്ന് പറഞ്ഞവരെ അവരോട് സമരം ചെയ്തു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ പറ്റി അല്ലാഹു എന്ത് പറഞ്ഞത്? മറ്റു സ്ഥലത്ത് പറഞ്ഞില്ലേ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അങ്ങനെയുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ഒരു വൈവാഹിക ബന്ധമുണ്ടായാൽ അത് ദീനിന് വളരെ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ തിരുദൂതർ ആ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പുത്രി ആയിഷ ബിയെ കല്യാണം കഴിച്ചു. മാത്രമല്ല തന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏക കന്യക ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ്. ഭാവിയിൽ വിശുദ്ധ ദീനിനെ പറ്റി പഠിച്ച ഒരു പെണ്ണ് വേണം, അതൊരു പണ്ഡിത വനിത. അതുകൊണ്ടാണ് നല്ല ബുദ്ധിയും ത്രാണിത്വവും ഉണ്ടായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ നബി കല്യാണം കഴിച്ചത്. ഞാൻ പറയുന്നത് നബിയുടെ ബഹുഭാര്യത്വത്തിൽ ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. അറിയാത്ത ചില ആളുകളൊക്കെ വിമർശിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതർക്കൊന്നും വരാൻ പോകുന്നില്ല. ഈ കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും അവർ സ്വയം കൊച്ചാകുമെന്നല്ലാതെ ഒന്നും വരാനില്ല. ഡെൻമാർക്കിൽ കാർട്ടൂൺ വരച്ച് പിന്നെ അവർ വിവാദത്തിലായി, അവർ സാമ്പത്തികമായി തകർന്നു. പലരും റസൂലിനെ കളിയാക്കിയവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതിലേക്ക് വരേണ്ടതില്ല, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. പറഞ്ഞു വന്നത് അംബിയാ മുർസലുകളൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യകാലത്ത് ചില ആളുകൾ തോന്നും പോലെ കെട്ടു എത്രയും കല്യാണം കഴിക്കും. മക്കയിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ്, അറേബ്യയിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് ആളുകളുടെ നിലപാടെന്താ? ഇഷ്ടംപോലെ കല്യാണം കഴിക്കുക, അതുപോലെ തന്നെ ഇഷ്ടംപോലെ തീർക്കുകയും ചെയ്യും. ചില പെണ്ണുങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തും. ജാഹിലിയ്യ കാലഘട്ടത്തിൽ, ഇസ്ലാമിലല്ല, അവർ കല്യാണം കഴിക്കും, എന്നിട്ട് തലാഖ് ചൊല്ലും. ഇവർ തമ്മിലൊരു ബന്ധമില്ല. എന്നിട്ട് ഇവർ ഇദ്ദന്റെ ടൈം കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുത്തു എന്ന് പറയും. വീണ്ടും അവർ തലാഖല്ല, വീണ്ടും തിരിച്ചെടുത്തു എന്ന് പറയും, വീണ്ടും തലാഖല്ല, വീണ്ടും തിരിച്ചെടുത്തു എന്ന് പറയും. ഇങ്ങനെ ഒരു ലക്കും ലഗാനും ഇല്ലാതെ ഈ രൂപത്തിലായിരുന്നു ആദ്യകാലത്തെ അവസ്ഥ. അപ്പൊ പേരിന് ഭാര്യ ഭർത്താക്കന്മാരാ, എന്നാൽ അവർ തമ്മിൽ ദാമ്പത്യ ജീവിതം ഒന്നും നടക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥ. ഇതിനൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം വന്ന സമയത്ത് അതിശക്തമായ നിലപാട് വെച്ചു.
ഇഷ്ടംപോലെ അങ്ങനെ കെട്ടുന്നൊരു നിലപാട്. സ്ത്രീകളുടെ ജീവിതം അതിന് ഒരു മാന്യതയും ഒരു വിലയും കൽപ്പിക്കാതെ വെറും ഒരു കേവല ഭോഗവസ്തുവായിട്ട് മാത്രം കണ്ടു ആ ജനത. അവരുടെ ജീവിതം വെച്ച് പന്താടുന്നൊരവസ്ഥ വന്നപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നോക്കൂ, ഖുർആനിക വചനങ്ങളിലൂടെ അതിശക്തമായ നിയമങ്ങളാണ് ആ വിഷയത്തിൽ വെച്ചത്. ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കെട്ടാനുള്ള അവസരം അത് റദ്ദ് ചെയ്തു. ഒരിക്കലും അത് പാടില്ല എന്ന് പറഞ്ഞു. 4 വരെ ആവാം എന്ന് പറഞ്ഞു. ഇന്ന് അതിനെയും വിമർശിക്കുന്നവരുണ്ട്. 1, 2, 3, 4 വരെ. ഇതിനർത്ഥം എല്ലാവരും 4 ആവാം അല്ല. 1 മാത്രമേ പറ്റൂ എന്നുള്ള ഒരു നിയമം വന്നാൽ ഇവിടെ ഒരുപാട് സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതം അത് അനുഭവിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ലോകത്തെ പുരുഷന്മാര് കുറവാ, സ്ത്രീകളാ കൂടുതൽ. എല്ലാവർക്കും അറിയാം. നിങ്ങൾ സ്കൂളോ മദ്രസയോ പരിശോധിച്ച് നോക്കും, പെൺകുട്ടികളായിരിക്കും കൂടുതൽ. പെൺകുട്ടികളാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാരുടെ കണക്കെടുത്ത് നോക്കും, സ്ത്രീ വോട്ടർമാരായിരിക്കും കൂടുതൽ. ഏത് മേഖലയിൽ നോക്കിയാലും അത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളം കൂടിയാണ്. ലാസ്റ്റ് പെണ്ണുങ്ങൾ അധികരിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു വാർഡിൽ പുരുഷന്മാർ കൂടുതലുണ്ട് എന്ന് കരുതി ആ വാർഡ് ഖിയാമത്ത് നാളൊന്നും ഒഴിവാവില്ല. മൊത്തത്തിലാണ് സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൂടുതൽ. ഇത് എല്ലാവർക്കും അറിയാം. ഒരു പുരുഷന് ഒരു പെണ്ണ് മാത്രമേ പറ്റൂ എന്ന് ഒരു നിർബന്ധ നിയമം നമ്മുടെ രാജ്യത്തുണ്ടായാൽ സഹോദരൻ, അതാണല്ലോ സ്ത്രീകളോട് ചെയ്യുന്ന വിവേചനം. അതാണ് സ്ത്രീകളോട് ചെയ്യുന്ന വിവേചനം. കാരണം അപ്പൊ ഒരുപാട് സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ലാത്ത അവസ്ഥ വരും. ഒന്ന്. രണ്ടാമത്തത്, ചില സ്ത്രീകൾക്ക് വന്ധ്യത ഉണ്ടാവും. ഡോക്ടർമാര് വിധി എഴുതിയിട്ടുണ്ടാവും. ഒരുപാട് ടെസ്റ്റുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് എല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടാവും. ഒരിക്കലും ഒരു സന്താനം ജനിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത സമയത്ത് അങ്ങനെയുള്ള സ്ത്രീകൾ ചിലപ്പോൾ ഭർത്താക്കന്മാരോട് പറയും, നിങ്ങൾ വേറെ കല്യാണം കൂടി കഴിച്ചു. എന്താ കാരണം? മാനുഷികമാണ് ഒരു കുഞ്ഞിക്കാല് കാണുക എന്ന്. ആരും ആഗ്രഹിക്കുന്നതാണ് തങ്ങളുടെ സംരക്ഷണത്തിന് ഭാവിയിൽ തങ്ങൾക്ക് സന്താനങ്ങൾ വേണം. അപ്പൊ ഒരിക്കലും ഒരു കുട്ടി ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിൽ ചില സ്ത്രീകൾ തന്നെ ആവശ്യപ്പെടാൻ ഭർത്താവിനോട് വേറെ കല്യാണം കഴിക്കാം. അങ്ങനെ അദ്ദേഹം വേറെ കല്യാണം കഴിച്ച് ഈ 2 ഭാര്യമാരെയും ഒരുപോലെ നോക്കി വളരെ റാഹത്തോടുകൂടെ ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ഇവിടെ സ്ത്രീ ആവശ്യപ്പെടുക, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോളൂ. ഒരാൾക്ക് 1 എന്ന് പറഞ്ഞാൽ സഹോദര അങ്ങനെ നിർബന്ധം വന്നിരുന്നുവെങ്കിൽ ഇവിടെ ഇയാൾക്ക് മറ്റൊരു വിവാഹം കഴിച്ച് ഒരു സന്താനങ്ങൾ ആഗ്രഹിക്കുന്നൊരവസ്ഥ അത് തടയപ്പെടുന്നൊരവസ്ഥ വരൂല. ചില സന്ദർഭങ്ങളിൽ രോഗം ബാധിച്ച് കിടക്കുന്ന എത്രയോ സ്ത്രീകൾ അവർക്ക് തങ്ങളുടെ സന്താനങ്ങളെ പരിചരിക്കാനോ തങ്ങളുടെ ഭർത്താക്കന്മാരെ തന്റെ ഭർത്താവിനെ പരിചരിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ. എന്നാൽ ഉപജീവന മാർഗത്തിന് പലപ്പോഴും പുറത്തു പോകേണ്ടത് ഈ പുരുഷനായിരിക്കും. ഇയാളാകെ പ്രയാസപ്പെടും. ഇയാൾക്ക് ഇയാളെ ഭാര്യനെ അങ്ങോട്ട് നോക്കേണ്ട ഒരവസ്ഥ. ഇത്തരം ഘട്ടങ്ങളിൽ ചിലപ്പോ ഇയാൾ മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വരും. സ്വാഭാവികല്ലേ? ഇത് എല്ലാ ജാതി എല്ലാ മതസ്ഥർക്കും വരുന്ന പ്രയാസങ്ങളും കാര്യങ്ങളുമാണല്ലോ. ഏതാളുകൾക്കും സഹോദര മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ മുന്നിൽ കണ്ടു തന്നെയാണ് ഇസ്ലാം ബഹുഭാര്യത്വം അംഗീകരിച്ചത്. ഇഷ്ടംപോലെ കെട്ടാനുള്ളത്. മറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരാൾക്ക് ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിയില്ല എങ്കിൽ ഒരു പെണ്ണിനെ കെട്ടാൻ പാടില്ല എന്നാണ്. അവന്റെ വികാരത്തിന്റെ ശമനത്തിന് വേണ്ടി നോമ്പ് നോൽക്കാനാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിക്കുന്ന ആള് ഒരു പെണ്ണ് കെട്ടണമെങ്കിൽ തന്നെ ആ പെണ്ണിന് വസ്ത്രവും ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ സംരക്ഷിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രമേ ആള് കല്യാണം കഴിക്കാൻ പാടുള്ളൂ. പിന്നല്ലേ 4. കഴിയില്ലെങ്കിൽ 1 തന്നെ പറ്റില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നാൽ സാമ്പത്തിക ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്, അയാൾക്ക് മാക്സിമം 4 വരെ പോകാം. എന്നാൽ തന്നെ ഒരു വിവേചനവും കാണിക്കാൻ പാടില്ല. എത്ര സുന്ദരമാണ് നമ്മുടെ വിഷയം. ബഹുഭാര്യത്വത്തെ എതിർക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എന്തറിയാം? നമ്മളിപ്പോ ഇന്ന് ക്ലാസ്സിൽ പറയുന്ന എല്ലാവരും 4 കെട്ടണം എന്നല്ല. സ്ത്രീകളൊക്കെ അത് കേട്ട ആകെ പ്രശ്നമായിരിക്കും. നിങ്ങൾ വേറെ ഏതൊരു വിഷയം പറഞ്ഞെടുക്കും ഉസ്താദേ എന്ന് പറയും. കാരണം അത് വലിയ പേടിയാണ്. 7 വൻദോഷങ്ങളുണ്ട്. ഒരാൾ 2ാമതൊരു കല്യാണം കഴിച്ചാൽ ഈ 8ാമത്തെ വൻദോഷമായി മാറ്റും പൊതുവെ ആളുകൾ. എന്റെ ആവശ്യമില്ല. ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ 4 വരെ ആവാനാണ്. ഇന്നത്തെ അവസ്ഥ വെച്ച് ഒരു പെണ്ണിനെ അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അതിനതാകെ പ്രശ്നമാക്കും. പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ആക്കാനുള്ള കാരണം ചില ആളുകളൊക്കെ അങ്ങനെ കല്യാണം കഴിച്ച് വിവേചനം കാണിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ചിലർക്ക് 4 കണക്കൊന്നുമില്ല, പോണ്ടടുത്തൊക്കെ കിട്ടും. അങ്ങനെ ആളുകളുണ്ട്. അവിടെ മുസ്ലിമോ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ എത്ര വീരന്മാരുണ്ട്. ഇടക്കിടക്ക് പത്രത്തിൽ പടം കാണും.
പല സ്ഥലത്തും പോയിട്ട് കല്യാണം കഴിക്കുന്നവർ അവനെന്ത് ദീന്, എന്ത് പേരായിട്ടല്ല. അതുപോട്ടെ അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നമുക്കത് വിഷയമല്ല. പക്ഷെ ഇസ്ലാമിന്റെ നിയമം എത്ര കർശനമാണ്. ഒരാള് നോക്കൂ, ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ഭൗതിക വിഷയങ്ങളിൽ മുഴുവനും തുല്യ നീതിയാണ്. മാനസികമായിട്ട് ഒരാൾക്ക് പിടിച്ചെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് കുറ്റക്കാരനല്ല. അവർക്ക് 2 ഭാര്യമാർ. അതിൽ ഒരു ഭാര്യയോട് ഒരു പ്രത്യേക ഒരു ആകർഷണീയത അയാൾക്കുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കാൻ പാടില്ല. സ്നേഹം 2 പേരോടും ഒരുപോലെ, താമസിക്കൽ 2 പേരുടെ അടുക്കലും ഒരുപോലെ. ഒരു ഭാര്യന്റെ അടുത്ത് 2 ദിവസം താമസിക്കും, മറ്റേ ഭാര്യന്റെ അടുത്ത് 1 ദിവസം താമസിക്കും. പറ്റൂല. ഭൗതിക വിഷയങ്ങളൊക്കെ തുല്യത. മാനസികമായി കൂടുതൽ അടുപ്പമുള്ള ഭാര്യക്ക് കറി വെക്കാൻ വേണ്ടി നല്ല ചെമ്മീൻ, മറ്റേ ഭാര്യയോട് മുരിങ്ങന്റെ അല്ല എടുത്തിട്ട് അത് നല്ല വിറ്റാമിനാണെന്ന് വയലാർ നടത്തും. ഇതേ വിറ്റാമിൻ അപ്പുറത്തും പറ്റും, അതേ ചെമ്മീൻ പുറത്തും പറ്റും. ഭൗതിക വിഷയങ്ങൾ നല്ല തുല്യത വേണം. പെരുന്നാൾ വന്നപ്പോ 5000 രൂപന്റെ ഒരു സാരി വാങ്ങിക്കൊടുത്തു കൂടുതൽ അടുപ്പമുള്ള ഭാര്യക്ക്, 180 റുപ്യന്റെ മാക്സി വാങ്ങിക്കൊടുത്തു മറ്റേ ഭാര്യക്ക്. പൈസ ഇല്ല, തൽക്കാലം എത്രേ ഉള്ളൂ എന്ന് പറയും. ഇത് പാടില്ല. അത് ഒരേ ക്വാളിറ്റിയാണ്. അല്ല ഒരേ ഉയരം ഒരേ നീളമൊന്നല്ല. അതിനൊന്നും യാതൊരു വിവേചനവും പാടില്ല. അങ്ങനെ ആണെങ്കിലും മാത്രം. അതുകൊണ്ടാണല്ലോ സഹോദര, അള്ളാന്റെ തിരുദൂതര് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ച് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ തൊട്ടു മുമ്പ് ഓരോ വീട്ടിലും സാധാരണ ഓരോ ഭാര്യമാരുടെ ഓരോ ദിവസം അങ്ങനെയായിരുന്നു താമസിച്ചിരുന്നത്. റസൂലുള്ള എത്രമാത്രം നീതി കാണിച്ചു. റസൂലുള്ളാഹി തങ്ങൾ അസ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരുടെ വീട്ടിലും ഒന്ന് കയറി വരും. റസൂലിന്റെ സ്വഭാവമായിരുന്നു. അവസാനം റസൂൽ തീരെ സുഖമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഓരോ ഭാര്യമാരെ വീട്ടിലും പോകാൻ നബിക്ക് കഴിയില്ല. എന്നാൽ അതേ സമയത്ത് മാനസികമായിട്ട് ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നബിക്ക് താമസിക്കാനാണ് മാനസികമായിട്ട് ആഗ്രഹം. റസൂലുള്ളാഹിന്റെ മറ്റു പത്നിമാര് യോഗം ചേർന്നിട്ട് തീരുമാനിച്ചു, ഇനി നമ്മുടെ ഓരോ വീട്ടിലേക്കും വരാൻ അള്ളാന്റെ തിരുദൂതർക്ക് കഴിയില്ല. അതുകൊണ്ട് അള്ളാന്റെ തിരുദൂതർ ആയിഷാന്റെ വീട്ടിൽ താമസിക്കട്ടെ, നമുക്ക് അങ്ങോട്ട് പോകാം. ഈ വിവരം അള്ളാന്റെ തിരുദൂതർ അറിയിച്ചു. റസൂൽ വളരെയധികം സന്തോഷിച്ചു. നോക്കൂ നിങ്ങൾ, എത്ര സന്തോഷകരമായ ജീവിതം. ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വെച്ചിട്ട് ആ റസൂൽ വഫാത്തായത്. മറ്റുള്ള ഭാര്യമാരൊക്കെ അങ്ങോട്ട് വന്നു. ആ വഫാത്തായ സ്ഥലത്ത് വെച്ച് തന്നെ അവിടെ തന്നെ നബിയുടെ ഖബർ മുറിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ റസൂല് പറഞ്ഞു, ആയിഷ, രാത്രി റസൂല് പറയാണ്, ആയിഷ, ഇന്ന് നിന്റെ ഊഴമാണ്. അതായത് ഇന്ന് നിനക്ക് അവകാശപ്പെട്ട ദിവസം. നീ എന്നോട് സമ്മതിക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ മുഴു സമയം ഇബാദത്തിൽ മുഴുകും. എന്റെ സമ്മതം വേണം. നോക്കൂ, പ്രവാചകർ ഓരോ ദിവസം ഓരോ ഭാര്യമാരുടെ അരികെ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാണ്, ആയിഷ, ഇന്ന് നിന്റെ ഊഴമാണ്. ഓരോ ഭാര്യമാരും കാത്തു നിൽക്കും. ഇത് സാധാ ഭർത്താവല്ല, അള്ളാന്റെ റസൂലാണ്. കടാഹങ്ങൾ മുഴുവനും പടക്കപ്പെടാൻ കാരണഭൂതർ അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി, എനിക്ക് സമ്മതമാണ്, നിങ്ങൾ ഇബാദത്തിൽ മുഴുകിക്കോളൂ. അങ്ങനെ റസൂല് ആയിഷ ബീവിന്റെ ആ റൂമിൽ നിന്ന് നേരെ ഇറങ്ങിയ സ്വർഗ്ഗത്തോപ്പിലേക്കാണ്. മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. റസൂലുള്ളാഹിന്റെ റൗള സന്ദർശിച്ച ആളുകൾക്ക് ഞാനിത് പറഞ്ഞ വേഗം മനസ്സിലാവും. റസൂലുള്ളാഹിന്റെ റൗള നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഹുജ്റത്തു ഷരീഫ്, നബി കിടക്കുന്ന സ്ഥലം, തൊട്ടുപുറത്ത് സ്ഥലം സ്വർഗ്ഗത്തോപ്പാണ്. നമുക്കറിയാം, അവിടെ പോയ ആളുകൾക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദര, അള്ളാന്റെ തിരുദൂതർ തന്റെ പത്നിയുടെ സമ്മതം വാങ്ങിയിട്ടാണ് പിന്നെ പള്ളിയിലേക്ക് ഇറങ്ങിയിരുന്നിട്ട് ഒരു ചെറിയ വിരിന്റെ മാറ്റേ ഉള്ളൂ അന്ന്. അന്നത്തെ വീടും പള്ളി, റസൂലും ആയിഷ ബീവിയും കിടന്നിരുന്ന സ്ഥലവും. അതുകൊണ്ടാണ് പലപ്പോഴും നബി ഇഅ്തികാഫിനെ നിയ്യത്ത് വെച്ച് കിടക്കും. എവിടെ? പള്ളിയിൽ. തല ആയിഷ ബീവിന്റെ മടിയിലേക്ക് വെച്ച് കൊടുക്കും. ആയിഷ ബീവി റൂമിന്റെ ഉള്ളിൽ റസൂലിനെ മുടി ചീകി കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള അള്ളാന്റെ തിരുദൂതർ ഇബാദത്തിൽ മുഴുകി. അന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വന്നപ്പോഴും അള്ളാന്റെ തിരുദൂതര് കരയാണ്. ആലു ഇമ്രാൻ സൂറത്തിന്റെ ലാസ്റ്റ് 11 ആയത്തുകളുണ്ട്. ആ 11 ആയത്തുകൾ ഓതിക്കൊണ്ട് റസൂൽ ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞു വന്ന് ചരിത്രത്തിൽ കാണാം. ഇവിടെ റസൂലുള്ളാഹിന്റെ നിലപാട് ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയും നബിയും രണ്ടുപേരും രാത്രി കടന്നു വന്ന ആയിഷ ബീവിന്റെ വീട്ടിലാണ്. അന്ന് ഊഴമനുസരിച്ച് അവരുടെ വീട്ടിലാണ്. അർദ്ധരാത്രിയായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നോക്കുമ്പോൾ റസൂലുള്ളാഹിനെ വിരിപ്പിൽ കാണാനില്ല. സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ തന്റെ അടുത്ത് റസൂലിനെ കാണാനില്ല. ആയിഷ ബീവി തെറ്റിദ്ധരിച്ചു, റസൂൽ വേറെ ഏതെങ്കിലും ഭാര്യമാരെ അടുത്ത് പോയോ? കാരണം ഭാര്യമാരെ വീടുകളൊക്കെ അടുത്തടുത്താണ്.
അങ്ങനെ ധരിച്ചു. നല്ല നിരാവുള്ള രാത്രി ആയിഷ റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ്, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂല, നിന്റെ ഊഴമാണ്, എന്നെ ഉറക്കി കിടത്തി പോയതാണോ എന്നൊരു ധാരണ സ്വാഭാവികമാണ്. കാരണം അവരെന്താ വെറുതെ ഒരു ഭർത്താവിന് ആഗ്രഹിക്കുമല്ല, അന്നിന്റെ ദിവസമാണ്. റസൂലാരാ? റസൂലിന്റെ കൂടെ കടക്കാനും ഭാഗ്യം കിട്ടിയവരല്ലേ അവര്. അത് വലിയ ഭാഗ്യമുള്ളോ? എന്നിട്ട് നിന്റെ ദിവസം ഒന്ന് വേറെ എവിടെ പോയോ? ഇതറിയാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ നല്ല നിലാവ പുറത്തിറങ്ങി. ഏത് വീട്ടിലാണ് റസൂൽ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ പുറത്തിറങ്ങി. അതിന്റെ ധീരത ഉണ്ടായിരുന്നു ആയിഷ. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കണ്ണെത്തിയത് ബഖീയിലേക്ക്, ആ ജന്നത്തുൽ ബഖീയിലേക്ക്. മദീനയുടെ ഖബർസ്ഥാനി കണ്ടിട്ടില്ലേ? വിശാലമായ ഖബർസ്ഥാനി. നല്ല നിലാവിൽ ആയിഷ ബീവി നോക്കുമ്പോ അതാ റസൂല് ഖബറിന് ചെന്ന് ദുആ ചെയ്യാൻ ജന്നത്തുൽ ബഖീയിൽ ദ്വാരക്കാണ്. ഇത് കണ്ടതോടുകൂടെ ആയിഷ ബീവിക്ക് വലിയ സങ്കടായി. ഈ റസൂലിനെയുള്ള ഞാൻ തെറ്റിദ്ധരിച്ചത് വേറെ ഏതെങ്കിലും ഭാര്യമാരെടുത്ത് പോയോന്ന്. റസൂലതാ ഖബർസ്ഥാനിയിൽ പോയിട്ട് ദുആ ചെയ്യാൻ. ആയിഷ റളിയല്ലാഹു അൻഹ വരുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ റൂമിലേക്ക് തിരിച്ചു മടങ്ങുന്നത്, ഇതൊക്കെ റസൂല് കണ്ടതാ. റസൂല് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ആയിഷ, അള്ളാന്റെ റസൂല് നിന്നെ വഞ്ചിക്കുമെന്ന് നീ കരുതിയോ? ഇന്ന് നിന്റെ ദിവസമാണ്, എന്നിട്ട് ഞാൻ ആ ദിവസം വേറെ ഭാര്യമാരെടുത്ത് പോയി തെറ്റിദ്ധരിച്ചില്ല. സ്നേഹത്തോടു കൂടെ റസൂൽ ചോദിച്ചോന്ന് ചരിത്രത്തിൽ കാണാം. ഈ റസൂലാണ് ഈ വിഷയത്തിൽ മാതൃക. അതായത് ഒരു ഭാര്യയാണെങ്കിലും 2 ഭാര്യയാണെങ്കിലും 4 വരെ ആയാൽ മാക്സിമം അത്ര. എന്നാൽ അവരെ മാന്യമായിട്ട് സംരക്ഷിക്കണം. തുല്യനീതി വേണം അവരോട്. ഏതെങ്കിലും ഒരു ഭാര്യയോട് മാത്രം കൂടുതൽ അവർക്ക് ചെയ്തു കൊടുത്ത് മറ്റുള്ളവരെ അവഗണിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാം എന്തനുവദിച്ചിട്ടുള്ളൂ? ബഹുഭാരതം അനുവദിച്ചിട്ടുള്ളൂ. ഇതൊക്കെ വളരെ കൃത്യമുള്ള. വെറുതെ ഇതിനൊന്നും വിമർശിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നോക്കൂ സഹോദര, അവരുടെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ വിമർശിക്കുന്ന ആളുകൾ, അവിടെയൊക്കെ നിക്കാഹ് പോലെയാണോ, വിവാഹം പോലെയാണോ? അല്ലല്ലോ. നമ്മുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. വളരെ കണിശമാണ് ആ വിഷയം. അതൊരു കുട്ടിക്കളിയല്ല. എവിടെയോ കിടക്കുന്ന ഒരു പുരുഷനും എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീയും പരസ്പരം 5 നിബന്ധനകളോട് കൂടെ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പിന്നെ 2 കുടുംബങ്ങൾ തമ്മിൽ വലിയ ബന്ധമുണ്ടാവുകയാണ്. പിന്നെ ഇവരിലൂടെ സന്താനങ്ങളുണ്ടായി, അവർക്ക് വിവാഹമുണ്ടായി, വീണ്ടും ആ കുടുംബം വികസിക്കുകയാണ്. അത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് 5 നിബന്ധനകൾ ഉണ്ടെങ്കിലേ വിവാഹം ശരിയാവുള്ളൂ. 1 വരൻ വേണം, 2 വധു വേണം, 3 വലിയ വേണം, 4 2 സാക്ഷികൾ വേണം, 5 നിശ്ചിത വാചകങ്ങൾ വേണം. നിക്കാഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ നിശ്ചിത വാചകങ്ങൾ വേണം. വരന് വേണം, പുതിയാപ്പിള വേണം. നമ്മൾ നിക്കാഹാണെന്ന് പറഞ്ഞ് ചായക്ക് എല്ലാവർക്കും കൊടുത്തു. പുതിയാപ്പിള എവിടെ? പുതിയാപ്പിള അങ്ങനെ ഒരാളുണ്ട്, ആർക്കൊരു ഉറപ്പൊന്നുമില്ല. അല്ല, പുതിയാപ്പിള വേണം. അതുപോലെ വധു വേണം. വധു വേണമെന്ന് പറഞ്ഞാല് ഒരാളോട് ഇപ്പൊ നമ്മൾ പറയാണ്, ഞാൻ അയാൾക്ക് 2-3 കുട്ടികളുണ്ടായില്ലേ, ഏതെങ്കിലും ഒന്നിനെ ഞാനുണ്ട് കെട്ടി. നമ്മൾ നാക്കാലിനെ വാങ്ങുമ്പോ അങ്ങനെയൊക്കെ പറയാം. 2-3 പോത്താളുണ്ട്, ഒരു പോത്തിനെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് മാറിയാ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതങ്ങനെ പറ്റില്ല. വരനാരാണെന്നറിയണം, വധു ആരാണെന്നറിയണം. അതുപോലെ സഹോദര, വലിയ വേണം. ഒരു നിക്കാന് പള്ളിക്കത്ത് ഉസ്താദ് വേണമെന്നൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഉസ്താദിനെ ഒഴിവാക്കണ്ടട്ടോ. ചിലർ ചോദിക്കുന്നത് ആണ്, അവർ നേരെ ചെല്ലിയാ പോരെ. നേരല്ല, ചൊല്ലി കൊടുക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ പഞ്ചായത്തിലൊക്കെ ഒരു മെമ്പർ അധികാരത്തിലേൽക്കുമ്പോൾ ചൊല്ലിക്കൊടുക്കുന്നത്? പ്രധാനമന്ത്രിക്ക് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞ അറിയാത്തതുകൊണ്ടാകുന്നത്. ചൊല്ലിക്കൊടുക്കുന്ന ആളെക്കാൾ ചിലപ്പോൾ അറിയുന്ന ആളായിരിക്കും ചെല്ലുന്ന ആൾ. എന്നാലും അതങ്ങനെയാണ്. ഖാദിക്ക് ശരിക്കും റോൾ എപ്പോഴാണ്? വലിയില്ലാത്ത ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ കെട്ടിക്കാൻ പള്ളിക്കത്തെ ഖാദിക്ക് അധികാരം. വലിയില്ലാത്ത പെണ്ണ്, ജാരസന്ധതിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ കെട്ടിക്കാനുള്ള അധികാരം ഖാദിക്കാണ്. അല്ലെങ്കിൽ വലിയ അവിടെ വേണം. പിന്നെ ഇത് പിഴക്കരുത്. ഇത് അങ്ങനത്തെ ഒരു ഇടപാടാണ്. അതുകൊണ്ടാണ് വലിയനും അതുപോലെ തന്നെ വരനും ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. മാത്രമല്ല, നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചത് ആരാണെന്ന് ഒരു കേസ് ശേഷം കോടതിയിലെത്തുകയാണെങ്കിൽ കോടതിയിൽ വേണ്ടി അത് വേണ്ടി വരും. കാരണം കോടതിയിൽ ഇപ്പോ നിലവിൽ നമ്മുടെ പള്ളിയിലെ രജിസ്റ്ററിന് വലിയ വിലയുണ്ട്. എന്റെ വീട്ടിലേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് പിന്നെ വന്നു, ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത്. അങ്ങനെ സമൻസ് അവിടെ വീട്ടുകാർ സ്വീകരിച്ചില്ല. ഇതെന്തോ പ്രശ്നമുണ്ട്, ചുമരും പൊട്ടിച്ചുകൊണ്ട് പോയി. ഞാൻ വന്നപ്പോ ചുമരും ഒരു തൊടാതെ വെച്ച് പൊട്ടിത്തെറിച്ചു എന്നുള്ളൊരു വേദന. അപ്പൊ എന്താ സംഭവം? നമ്മൾ കക്കാൻ പോയിട്ട് മറ്റൊന്നുമല്ല, അത് നമ്മൾ നിക്കാഹ് ചൊല്ലിക്കൊടുത്ത് ഒരു ടീം നമ്മളോടൊന്നും വിവരം പറഞ്ഞിട്ടില്ല. ഒരു തമ്മിൽ പ്രശ്നമായി ഒരു കോടതിയിലെത്തിയിട്ടുണ്ട് കേസ്.
ശരിക്കും വേണ്ടത് അങ്ങനെ ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ പള്ളിയിലെ ഖാലിയോ ഖതീബോ മഹല്ല് ജമാഅത്ത് ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ അറിയിച്ച് ഈ കോടതിയും കേസൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രൂപത്തിൽ പറഞ്ഞു തീർക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതാണ് ഇസ്ലാമിന്റെ നയം. അതൊന്നും പാലിക്കാതെ ഓവർടേക്ക് ചെയ്ത് ഒരു കേസ് കൊടുത്തുകൊണ്ട് നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചത് ഞാനായതുകൊണ്ട് ഞാൻ കോടതിയിൽ എത്തണം, അത്രേ ഉള്ളൂ പ്രശ്നം. പിന്നെ നമ്മൾ സാക്ഷി കൂട്ട് കയറണം, ഒപ്പിട്ട് നമ്മൾ തന്നെയല്ലേന്ന് ജഡ്ജിയെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഞാനത് ബോധ്യപ്പെടുത്തുന്ന സമയത്ത് കോടതിയുടെ പുറത്ത് രണ്ടാളുകൾ ചർച്ച ചെയ്യാനത്ര. എന്റെ കൂടെ പോകുന്ന ആള് പുറത്തേക്കുന്നുണ്ട്. അപ്പോ പുറത്തുള്ള രണ്ടാൾക്കാർ ചർച്ച ചെയ്യാണ്. മൂല്യരാണ് ആ കൂട്ട് കയറി കണ്ടത്. അപ്പൊ ഞാൻ സാക്ഷിക്കൂട്ടിലാണ്, പ്രതിക്കൂട് വേറെയാണ്. അപ്പൊ വേറെ ആള് പറയണത്രേ, ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. അയ്യോ വേറെന്തോ തെറ്റിദ്ധരിച്ചിട്ടാണ്. അങ്ങനെ അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ കൂടെ പോന്നെ എന്റെ മഹല്ലിലെ സെക്രട്ടറി, എന്റെ സുഹൃത്ത് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കരുതിയ പ്രശ്നമല്ല, പള്ളിയിൽ നിക്കാഹ് ചൊല്ലിക്കൊടുത്തതേ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അങ്ങനെയല്ലേ ഞങ്ങൾ കരുതിയെന്ന്. പോലും എന്താ കരുതിയത്? ടെലർ യുദ്ധി പൊളിച്ചാൻ പോയെന്നോ? അങ്ങനെയുള്ള നമ്മൾ വിഷയം അറിയില്ല, ഊഹാപോഹങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദര, നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല, വലിയ വേണം. എന്നാണ് കാലിയും കാര്യങ്ങളൊക്കെ കോടതിയിൽ അത് വേണ്ടി വരും, വലിയ വിലയാണത്. ഏക സിവിൽ കോഡ് വന്നാൽ പിന്നെ ഒന്നും വേണ്ടി വരില്ല, തൂക്കി വെക്കുക ആ രജിസ്റ്റർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദര, നമ്മുടെ നിക്കാഹ് ശരിയാകണമെങ്കിൽ അതിന് 2 സാക്ഷികൾ വേണം. 2 സാക്ഷികൾ വേണം, നീതിമാന്മാരായ 2 സാക്ഷികൾ. മാത്രമല്ല നിശ്ചിത വാചകങ്ങളും വേണം. ഈ സാക്ഷികൾക്കെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. ഒപ്പിടാനായിട്ട് ചില മഹല്ലുകളിലൊക്കെ ആൾക്കാരുണ്ട്. ഒരു നിക്കാഹ് ചൊല്ലി കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടാവില്ല. നിക്കാഹ് നടക്കുമ്പോൾ ചിലപ്പോൾ പുറത്ത് പൊറാട്ട നിരത്തുന്നുണ്ടാവും ടേബിളിൽ. ഒപ്പിടാൻ നേരത്ത് വിളിക്കും, അയാൾ ഓടി വരും. ആ പെണ്ണിന് കാട്ടി ഞാൻ പെണ്ണൊന്നും തരില്ല, അവിടെ ഞാൻ പറ്റുള്ളൂ. അയാൾ നിക്കാഹ് ചൊല്ലി കൊടുത്ത് എന്താ കേട്ടിട്ടല്ല, അയാൾ എന്ത് ചെയ്യും, വലിയ ഒപ്പിടും. ഇന്നതൊക്കെ പെടലപ്പിളാറ് ഞങ്ങൾ കേസാവുമ്പോഴാണ് ഇയാൾ നടക്കണം പിന്നെ കോടതി. അല്ലാതെ പറഞ്ഞാൽ ആരും ഒപ്പിടാൻ വരൂല. കേസാകാനല്ലല്ലോ അത്, ധൈര്യമായിട്ട് ഒപ്പിടാം 2 ആളുകൾ. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, നിക്കാഹ് നടക്കുന്ന സമയത്ത് എന്താ ചില ആൾക്കാർ വിട്ടെല്ലാം അടുത്ത് നിൽക്കണം. ഇവര് കേൾക്കണത് ഈ 2 സാക്ഷികൾ കേൾക്കണം. അല്ലെങ്കിൽ സഹോദര വ്യഭിചാരായിട്ട് മാറും. നമ്മളൊക്കെ നിക്കാഹ് ചൊല്ലി പ്രത്യേകം ശ്രദ്ധിക്കില്ല, അടുത്തിരിക്കാൻ പറയല. മാന്യന്മാരായ 2 ആളുകളെങ്കിലും അടുത്തിരിക്കണത് കേൾക്കണം. ഒപ്പിട്ടോ ഇല്ല എന്നുള്ളതല്ല, അത് തർക്കം വരുമ്പോൾ ഇതിനൊരു രേഖയാണ്. സഹോദര, 2 പേര് നീതിമാന്മാരായ 2 പേര് സാക്ഷികളാകണം. അതോടുകൂടി നിശ്ചിത വാചകങ്ങളും വേണം. ഈ 4 കാലികളെ കച്ചവടം ചെയ്യുമ്പോൾ ഒരു കോഡ് ഭാഷ ഉണ്ട് അല്ലെ? ഈ കയറുമ പിടിച്ചിട്ട് ഒക്കെ ഒരു ഉറപ്പിക്കലുണ്ട്. അതുപോലെ പുതിയാപ്പളുടെ കൈ പിടിച്ചിട്ട് പിന്നെ വധുവിന്റെ പിതാവ് എന്ത് പറഞ്ഞു, കൈ പിടിച്ചിട്ട് എന്നാ പിന്നെ നമ്മളാ പറഞ്ഞതുപോലെ ആണ് നടക്കട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പുതിയാപ്പള പറഞ്ഞു ഓക്കെ. അപ്പൊ ഉസ്താദ് പറഞ്ഞു അൽ ഫാത്തിഹ. നീ എന്താ ഉന്നക്കായ അതോ പപ്സോ ഒക്കെ കുടിച്ച് ചായം കുടിച്ചിട്ട് എല്ലാവരും കൂടി പറ്റൂല, അത് പറ്റൂല. അതന്നെ വേണം അതിന്റെ പരിഭാഷ. ഏതെങ്കിലും വാക്ക് പോരാ, എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ പരിഭാഷ തിരിയണം എന്താണ് ഈ പറയുന്നത്. അതല്ലാതെ നമ്മളെ ഇഷ്ടം പോലെ നിക്കാഹിന് എന്ത് പറ്റൂല, വാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. സഹോദര, ഇസ്ലാമിലെ നിക്കാഹ് അങ്ങനെയാണ്. ഈ 5 നിബന്ധനയോടുകൂടെ നടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നടന്ന നിക്കാഹ് ഇനി ഒരു നിലക്കും ആ ദമ്പതിമാര് ഒത്തുപോകില്ലെങ്കിൽ പിന്നെ അവിടെ പിരിയലാണ് ഖൈർ എന്ന് പറയാൻ കാരണം അതാണ്. ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. നിക്കാഹ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പണ്ടൊക്കെ ഉള്ള ഒരവസ്ഥ എന്തായിരുന്നു അറിയോ? മാതാപിതാക്കൾ പോയി പെണ്ണിനെ കണ്ടുപോരും. പുതിയാപ്ല കെട്ടുന്ന ആള് കാണുക തന്നെയല്ല. അങ്ങനെ കുറെ കല്യാണം നടന്നു. എന്നോട് ഒരാൾ പറഞ്ഞു, അയാൾ മരിച്ചു പോയി. അയാളെ ഭാര്യനെ അയാൾ ആദ്യം കണ്ടിട്ടല്ല, മാതാപിതാക്കൾ കണ്ടുപോയി ഉറപ്പിച്ചു. മണിയറിയിക്ക് ആദ്യമായിട്ട് വരുമ്പോഴാണ് കാണുന്നത്. അപ്പൊ നോക്കുമ്പോ കാലിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. കണ്ടിട്ടില്ല. നിങ്ങളിങ്ങനെ സസ്പെൻസിലായിരിക്കും. അന്നത്തെ മണിയറ ഇന്നത്തെ മണിയറ പോലെയല്ല, ഒക്കെ ആകെ മാറിയല്ലോ. പണ്ടൊക്കെ ഒരു പുതിയാപ്പിളിയും പുതിയണ്ണും പോകുമ്പോ ഒരു 50 മീറ്റർ അകലുണ്ടാവും രണ്ടാളി അടി. പുതിയാപ്പിള കുറെ മുന്നിലേക്കാണ്. മടി കാരണം വധു ഒരു കൊടക്ക മറച്ചു പിടിച്ച് വളരെ ബാക്കിലായിരിക്കും.
പിന്നെ അവർ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കൊരു നൃത്തം, ഇടങ്ങാറായ നൃത്തം. കല്യാണം കഴിഞ്ഞ് 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒന്ന് ശരിക്കും വർത്താനം പറയാം. രണ്ടാക്കും ലജ്ജയാണ്. ഇന്നങ്ങനെയല്ല, നിക്കാഹിന്റെ മുമ്പ് തന്നെ ഭയങ്കര ബന്ധമാണ്. 1.5 മണിക്കൂറാണ് ഒരു സമയം കുറുകുറു മൊബൈലോ. അങ്ങനെയായി. കല്യാണം കഴിഞ്ഞാലോ പറയും വേണ്ട, മോട്ടോർ സൈക്കിളിന്റെ പിറകെ പോകുന്നത്. ഇന്ന് പെണ്ണെത്തുന്ന കുട്ടികളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. എന്താ കാരണം? 1 ഇഞ്ച് പോലും 50 മീറ്റർ വേണമെന്ന് നമ്മൾ പറയുന്നില്ല, ഓവറാണത്. 1 ഇഞ്ച് അകലുണ്ടായാൽ മതി, മാന്യമായ ഒന്ന് അങ്ങാടിയിലൂടെ പോയാൽ മതി. പോവുകയാണെങ്കിൽ മോട്ടോർ സൈക്കിൾ പോകുന്ന വളരെ നല്ലൊരു കാര്യമല്ല. ഇനി നിർബന്ധിത ഘട്ടത്തിൽ പോവുകയാണെങ്കിൽ എന്താണ് ഈ വരനും വധുവിനും ഒന്ന് മാന്യമായി ഒന്ന് പോയാൽ ഒരു സംസ്കാരം വേണ്ട. ചില പെൺകുട്ടികള് ഭർത്താവിന്റെ ബാക്ക് ഭാഗത്ത് ഇരുന്നിട്ട് കൈകൊണ്ട് ഭർത്താവിനോട് കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങാടി കൂടി പോകും. ഒരു മടിയില്ല. വീട്ടിന്റെ മുറ്റത്തുനിന്ന് കയറി ഇരുന്ന അപ്പൊ തന്നെ അങ്ങനെ ഇരിക്കും. ഉമ്മ അവിടെ കാണുന്നുണ്ടോന്നോ പാപ്പ കാണുന്നുണ്ടോ വിഷയമില്ല. അങ്ങനെ ആയിപ്പോയി കാലം. സംസ്കാരമല്ല. നീ ചിലപ്പോ അതൊക്കെ ആദ്യത്തെ 2 മാസം, പിന്നെ ഇവരൊന്ന് അടുത്ത് കിട്ടണമെങ്കിൽ കമ്മിറ്റിക്കാരെല്ലാരും കൂടി ഇറങ്ങേണ്ടി വരും. ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, നിക്കാഹിന്റെ മുമ്പുള്ള ചില സംഗതികളും ഇസ്ലാമികമല്ലെങ്കിൽ പിന്നെ ഇത് ഈ കുടുംബജീവിതത്തിൽ ഒരു ബർക്കത്തുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് പറ്റുന്ന വലിയൊരു അബദ്ധം ഞാൻ പറയാം. സഹോദര, ഒരു പെണ്ണിനെ ഒരാൾ കണ്ട് പറ്റിയെന്ന് കൂട്ടിക്കോളും. പറ്റിയെന്നുള്ളതിന്റെ അടയാളം ആദ്യകാലത്തൊക്കെ ഒരു മിഠായി കൊടുക്കും. ഇന്ന് നല്ലൊരു മൊബൈൽ കൊടുക്കും. മൊബൈൽ എന്തിനാ? കളിക്കാൻ തന്നെയാണ്. സഹോദര, ഈ മൊബൈൽ കൊടുത്തു പോയാൽ ഈ നിക്കാഹിന് ചിലപ്പോൾ സമയമിട്ടിട്ടുണ്ടാവും. അടുത്ത തിങ്കളാഴ്ച അല്ല പിറ്റത്തെ തിങ്കളാഴ്ച, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച അല്ല പിറ്റത്തെ വെള്ളിയാഴ്ച, 2 ആഴ്ച. പക്ഷെ ഇവൻ പിറ്റേ ദിവസം തന്നെ അവിടെ വരും. ഇനി അവന് വരാൻ അധികാരമല്ല. ഈ പെണ്ണുമായിട്ട് ഇടപെടാൻ അവനക്ക് അധികാരമല്ല. അവൻ വരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ പെണ്ണുമായിട്ട് ഇടപെടാൻ അവന് അവസരമല്ലല്ലോ. ഇസ്ലാമികമായിട്ട് ഓന് ആ പെണ്ണിന്റെ മുഖം കണ്ടു, കയ്യും കാണാം, അത്ര കാണാൻ പറ്റുള്ളൂ. ഇനി ഉറപ്പിച്ചല്ലോ. ഇനി നിക്കാഹ് കഴിഞ്ഞിട്ടേ അവർക്ക് വേറെയുള്ള കാര്യങ്ങൾക്ക് പറ്റും. നിക്കാഹ് ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. ഇവൻ ഈ മൊബൈലിക്ക് തലേന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, നാളെ രാവിലെ 8 മണിയാകുമ്പോഴേക്ക് വിളിച്ച് റെഡിയായിട്ട് നിന്നോ, ഞാൻ വരും. അവള് രാവിലെ തന്നെ കുളിച്ച് ഒക്കെ റെഡിയായിട്ട് നിൽക്കും. ഉമ്മാക്കും വാപ്പാക്കും പിടുത്തം കിട്ടൂല, എന്തായാലും സംഗതിയാണ്. കുറച്ച് കഴിഞ്ഞാൽ കാണാൻ അവൻ വരുന്നു. എന്നിട്ട് ഇവൻ പറയണ്ട, ചിലപ്പോ അവൻ വലിയ വളവനായിരിക്കും. ഇവനെന്താ പറയാ അറിയോ? വല്യമാക്ക് തീരെ സുഖമല്ല, അപ്പൊ ഓളെ ഒന്ന് കാണിച്ചു കൊടുക്കാനാണ്. 2 മാസമായിട്ട് ആ തള്ളന്റെ അടുത്ത് പോയിട്ടുണ്ടാവല്ലോ. ആ പേരിൽ ഇവിടെ ഇറക്കിക്കൊണ്ടുള്ള പരിപാടിയാ. നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. സഹോദര ചിന്തിക്കണം. ഇവിടെ ഈ പെണ്ണിന്റെ വാപ്പിയും എന്ത് പറയും? നിക്കാഹ് കഴിയാറപ്പം നമ്മൾ പറഞ്ഞേച്ചാൽ മോശമാവോ? അന്തല്ലാത്ത ഉമ്മയാണെങ്കിൽ ഉമ്മ പറയുന്നത് എന്ത് മോശം, നിക്കാഹ് പേതല്ലേ നമ്മൾ തീരുമാനിച്ചതല്ലേ. പിന്നെ ആ ചെറുക്കന്റെ മുഖത്തേക്ക് നോക്കി അറിയാം ഓന്റെ അടുത്ത് കുഴപ്പമില്ല, ഓൻ കളക്ടറേറ്റിൽ പൊട്ടിക്കുന്ന ആളൊന്നല്ല, കുഴപ്പമില്ല, പറഞ്ഞയച്ചു. ഞാൻ ആ തള്ള സുഖല്ലാതെ കിടക്കില്ലെന്ന് കണ്ടോട്ടെ. ഇത് വേറെ ഉദ്ദേശല്ലേ. അങ്ങനെ കൊണ്ടുപോയി ചിലപ്പോ ഇവർ പറയും, നിങ്ങൾ ഉച്ചയാകുമ്പോഴേക്ക് ഒരു 1 മണിയാകുമ്പോഴേക്ക് എന്തായാലും എത്തണം, 12 മണിക്ക് തന്നെ എത്തണം. അത് ചില ആൾക്കാർ കടം വാങ്ങുന്നത് പോലെയാണ്. തിങ്കളാഴ്ച തരാൻ ഞായറാഴ്ച തന്നെ തരും. ഇനി അതിലേറെ വലിയ സംഖ്യ വാങ്ങും, പിന്നെ ഓനെ കാണൂല. എന്നതുപോലെ സഹോദരനായി ഇവൻ പിറ്റേ ദിവസം വീണ്ടും വരും. അത് വസ്ത്രത്തിന് അളവെടുക്കാൻ കൊണ്ടുപോകാനേക്കും. ഇതിനൊന്നും രേഖല്ല സഹോദര, ഇതൊന്നും ശരിയല്ല. അതിലേറെ വലിയ അബദ്ധം, ആ നിക്കാഹ് നടക്കുന്നതിന്റെ 2 ആഴ്ച ഗ്യാപ്പുണ്ട്. അതിന്റെ ഇടയിലെങ്ങാനും ഇവര് അവിടെ ഇവിടെയൊക്കെ കറങ്ങി മടി തീർന്നു. അവർ പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞ് ആ പെണ്ണെങ്ങാനും ഗർഭിണിയായാലോ വ്യഭിചാരമാണത്. വലിയൊരു പ്രശ്നം എന്താ? ഇത് എത്രയോ കുടുംബത്തിൽ സംഭവിക്കുന്നു, നാട്ടുകാരറിയില്ല. സഹോദര, ആ പെൺകുട്ടി എങ്ങാനും ഗർഭിണിയായാലോ ആളുകളതറിയോ? 2 ആഴ്ച കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞു, കൂട്ടി കൊടുന്നു, കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു. ഇനി പിന്നെ നമ്മൾ കേൾക്കുന്ന പ്രസവത്തിന് കൊടുന്നു എന്നാണ്. പക്ഷെ ആളുകൾ ഇങ്ങനെ ദിവസം കണക്കൂട്ടൊന്നുമില്ല. ദിവസം കണക്കൂട്ടാൻ കാരണം എന്താ? കല്യാണം ഉടനെ കഴിഞ്ഞതാണ്, ഉടനെ ഭാര്യ ഗർഭിണിയായി നേകരുത്. ഇത് യഥാർത്ഥത്തിൽ നിക്കാഹിന് മുമ്പ് ബന്ധപ്പെട്ട് ഗർഭിണിയായതാ. ആളുകളെ കണക്കിന് അത് അവന്റെ കുട്ടിയാ, യഥാർത്ഥത്തിൽ അവന്റെ കുട്ടിയല്ല. അതെങ്ങാനൊരു പെൺകുട്ടിയായാൽ പോയില്ലേ,
എന്താ കാരണം? ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഇവന് അധികാരം ഉണ്ടാവില്ല. കാരണം അത് അവന്റെ കുട്ടിയല്ല, ജാരസന്താനാണ്. നിക്കാഹിന്റെ മുമ്പ് ഉണ്ടായ കുട്ടിയായതുകൊണ്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആർക്ക് അധികാരം? പള്ളിക്കത്തെ കാലിക്ക. ഇവൻ ആ കുട്ടിന്റെ വാപ്പല്ല. ശരിക്ക് നാട്ടുകാരുടെ ഇടയിൽ അവനായിരിക്കും വാപ്പ. ഇവനറിയാ സത്യം, അവൾക്കും അറിയാം. ഇനി സഹോദരൻ മസാല അനുസരിച്ച് ആ കുട്ടിയെ കാലി കെട്ടിച്ചു കൊടുക്കണം. ഇവനക്ക് യാതൊരു റോളും ഇല്ല. ആ കുട്ടിനെ കെട്ടാൻ ആരെങ്കിലും വരുമോ അത്തരൊരവസ്ഥ വന്നാൽ? അതുകൊണ്ട് ഈ വിഷയം മറച്ചു വെക്കും. മറച്ചു വെച്ചാലോ പിന്നെ നടക്കുന്ന വ്യഭിചാരത്തിന്റെ ഒരു ശൃംഖലയാണ് പിന്നെ വരുന്നത്. നിക്കാഹ് ശരിയാവോ? ആളുകൾ അറിയോ? ആ പെണ്ണിനെ ആരാണോ കെട്ടിക്കൊണ്ടുപോകുന്ന ആ പെൺകുട്ടിയെ പിന്നെ അവൻ കുടുങ്ങല്ലേ? അവനത് അറിയുന്നുണ്ടോ? അറിയാതെ സഹോദര തറവാടില്ലാത്ത ഒരു ജനത വരുന്ന അവസ്ഥ വരും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. പെങ്ങന്മാരുടെ കാര്യത്തിൽ, പെൺകുട്ടികളുടെ കാര്യത്തിൽ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു നിലക്കും കറങ്ങാൻ, അതിന്റെ മുമ്പ് കറങ്ങാൻ സമ്മതിക്കരുത്. അപകടമാണ്. ഇന്നത്തെ കാലം അങ്ങനെ ഒരു കാലമാണ്. ഞാൻ സാന്ദർഭികമായി ഉണർത്തിയതാണ്. അധികം ആളുകളും ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവന്റേതായി, പിന്നെ കൂട്ടിക്കൊണ്ടെണ്ണൊന്നുമില്ല. അവർക്ക് കാണുന്ന യാതൊരു കുഴപ്പമില്ല. ഇന്ന് ലജ്ജ എന്ന ഒന്ന്, ഹയാ എന്ന ഒന്ന് പറ്റി എടുത്തുപോയത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സഹോദര. പണ്ടത്തെ പോലെയല്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അതിലേക്ക് കൂടുതൽ വരുന്നില്ല. എന്തായിരുന്നാലും ഇനി ഇങ്ങനെ നടന്ന നിക്കാഹ് അതൊക്കെ ഇസ്ലാമികം തന്നെയാണ്. ഒരു പിഴവും അവിടെ ഉണ്ടാവാൻ പാടില്ല. അനിസ്ലാമികമായിട്ട് വരാൻ പാടില്ല. ഇന്ന് വേറെ വലിയൊരു തെറ്റെന്താ അറിയോ? ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോ അവന്റെ സുഹൃത്തുക്കളും കൂടെ ഉണ്ടാവും. ഒരിങ്ങനെ നിരന്നിരിക്കും 2-3 ആളുകൾ. എന്നിട്ട് ഈ പെണ്ണ് എല്ലാവർക്കും വെള്ളം കൊണ്ടു കൊടുക്കണം, ചായ എന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കെട്ടാൻ ഉദ്ദേശിക്കുന്ന ആൾ മറ്റവരോട് ചോദിക്കണം, എന്റെ അഭിപ്രായം എങ്ങനെയുണ്ട്? ആ പെണ്ണ് നല്ല ചൊറുക്കുള്ള കുട്ടിയാണെങ്കിൽ മറ്റോ അസൂയക്കാനാണ് ഈ പറയും, ഇതെനിക്ക് ചേരൂലടാ, ഈ പോത്തിനെയാണ് ഈ ചങ്ങാതി കൊണ്ടുവന്നിട്ടുള്ളത്, ഓനല്ല ഇവനാ പോത്ത്, ഒളിയത്തിന് പറ്റാത്ത. അസൂയ കൊണ്ട് പറയും ചിലപ്പോ, അതെനിക്ക് യോജിപ്പില്ല, മേശാവുലങ്ങള് മേശാവും ശോന അസൂയാണ്, ആയിക്കോട്ടെ വേണ്ട. അങ്ങനെ ഇവർക്ക് നേരം വെളുത്താൽ തന്നെ പരിപാടി എല്ലാവർക്കും കൂടി കാണാൻ പോവാ. ഇത് മഹാതെറ്റാണ്. നമ്മൾ തീരുമാനിച്ചാൽ മതി. 2-3 ആളുകൾ നിരന്ന് നിൽക്കുമ്പോ എല്ലാവർക്കും കൂടി അല്ലല്ലോ കെട്ടിച്ചു കൊടുക്കേണ്ടത്. ഓര് പുറത്തിരുന്നോട്ടെ. ഒരാൾക്ക് ഒറ്റക്ക് ഒരു വീട്ടിൽ പോകാൻ മറ്റുണ്ടെങ്കിൽ സുഹൃത്തിനെ കൊണ്ടുപോയിക്കോട്ടെ. പക്ഷെ സുഹൃത്ത് ആ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് സുപ്രഭാതം വായിക്കട്ടെ, മറ്റോ കാണട്ടെ. ഇതങ്ങനല്ല. ഇതിനി ഇവര് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ വെയിറ്റിംഗ് ഷെഡ് പോയിട്ട് കാണാണ് എന്റെ അഭിപ്രായം. പിന്നെ ചില മൊബൈലൊക്കെ ഭയങ്കര ക്ലിയർ ആയി കാരണം വലുതാക്കി കണ്ട മൂക്കിന്റെ ഉള്ളിലുള്ള രോമം വരെ കാണും. പിന്നെ തീരുമാനമാകാൻ വേണം. ഇതിനൊന്ന് അവസരം ഉണ്ടാക്കി കൊടുക്കരുത് സാർ. ഇത് ഒരു മഹാതെറ്റാണ്. ഒരിക്കലും അങ്ങനെ കാണിച്ചു കൊടുക്കരുത്. രണ്ടാമത്തെ തെറ്റാ, നിക്കാഹ് കഴിഞ്ഞാലും മഹർ കെട്ടാൻ വരുന്നൊരു വരവുണ്ട്. അതൊക്കെ പുതിയ പരിപാടിയാ. ഓന് മഹർ കെട്ടി കൊടുക്കൊണ്ടോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് ഒരു പട ഒന്നായിട്ട്, ഞാൻ ഒരു കല്യാണത്തിന് ചെന്നപ്പോ നിക്കാഹ് കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്നാ നിക്കാഹ്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ ഉടനെ പിന്നെ കണ്ടൊരു കാഴ്ചയാണ്, പുതിയാപ്പിള മഹർ കെട്ടി കൊടുക്കാൻ പോവാണ്. അപ്പൊ അവന്റെ സുഹൃത്തുക്കളൊക്കെ, അപ്പൊ ഈ പെണ്ണിന്റെ വാപ്പ ഈ ഇവന്റെ സുഹൃത്തുക്കളോട് മേലക്കണ കയറിക്കൊള്ളു, ഓളവിടെ എന്താ ഒരു വിവരമില്ല. അപ്പൊ ഞാൻ എല്ലാ നിക്കാഹിലും പുതിയാപ്പാരെ വിളിച്ച് പറയാം, ഞാൻ ചൊല്ലി കൊടുത്തു നിക്കാഹ്, എന്താ മഹർ കെട്ടി കൊടുക്കണ്ടോ? ആരാ ഒപ്പം പോരുന്നത്? ആരുമില്ല. ചിലര് ഇതെന്തിനാ ചോദിക്കുന്നത് മനസ്സിലാക്കി വേഗം പറയും, എന്റെ പെങ്ങളെ ഉണ്ടാവുള്ളൂ. ഓക്കെ, എത്ര പെങ്ങന്മാർ? 1 അല്ല 10 പെങ്ങന്മാരെ കൊണ്ടുപോയിക്കോട്ടെ, കുഴപ്പമില്ല. നാട്ടാരെ മുഴുവൻ കൊണ്ടുപോയിട്ട് എന്നിട്ട് എല്ലാരും വട്ടത്തിൽ നിന്നിട്ട് ഇവൻ താലി കെട്ടി കൊടുക്കേണ്ട ഒരു പരിപാടി, എന്തൊരു അരപ്പത്തെ. എന്നിട്ട് ഇവരൊക്കെ അത് മൊബൈലിൽ പകർത്താം. ഈ ഒരുത്തന്റെ ക്യാമറ റെഡി ആയിട്ടില്ല, ഞാൻ പറയാൻ നിൽക്കുന്നു. എന്തിനാ സഹോദര? ഒരിക്കലും ചെയ്യരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ അനിസ്ലാമികമായ കാര്യങ്ങളെ കൊണ്ട് നമ്മളെ കുടുംബജീവിതം തുടങ്ങിയ അതിലൊരു റാഹത്തും ഉണ്ടാവും. കാരണം എന്താ? അള്ളാഹുവിന്റെ നിയമപരിധി വിട്ടുകടന്നു. തിൽക ഹുദൂദുല്ലാഹ് എന്ന് പറഞ്ഞില്ല, ഏത് വിഷയത്തിലും അങ്ങനെയാണ്. അങ്ങനെ ആവുമ്പോൾ അക്രമാണ്. അത് അള്ളാഹു ബർക്കത്ത് നീക്കിക്കളയുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി നോക്കൂ, മറ്റൊരു കാര്യം എന്താ? ഇനി ഇങ്ങനെ നടന്ന നിക്കാഹ് ഒരു നിലക്കും, ഇനിയിപ്പോ നമ്മൾ തൊലാഖിലേക്ക് വരും, ചുരുക്കി പറയാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി തൊലാഖിലേക്ക് വരും. നോക്കൂ, തൊലാഖ് എന്ന് പറയുന്നത് നിർബന്ധിത ഘട്ടത്തിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യം. അതല്ലാതെ എന്തല്ല, ഒരു പ്രശ്നം വരുമ്പോഴേക്ക് തൊലാഖില്ല എന്നുള്ളൊരു സംവിധാനമല്ല. പ്രശ്നം സ്വാഭാവികമാണ്. മനുഷ്യന്മാരെ തമ്മിൽ ഇണക്കം പോലെ പിണക്കവും ഉണ്ടാകും. സഹോദര, ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അവിടെ വിവാഹമോചനത്തിനുള്ള അവസരം കൊടുത്തു.
യാതൊരു നിയന്ത്രണവുമില്ലാതെ പെണ്ണിന്റെ ജീവിതത്തിന് വില കൽപ്പിക്കാതെ വിവാഹമോചനം നടത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ഇസ്ലാം 3 ചാൻസ് കൊടുത്തു. ആകെ 3 ചാൻസാണ് തലാഖ്. അതന്നെ ഏത് സമയത്താണ് വേണ്ടത്? അത് ശരിക്കും വേണ്ടത് ആദ്യം വേറെ ചില തർത്തീബുകളൊക്കെ ഉണ്ട്. ഖുർആൻ അതിനെപ്പറ്റി പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മളാജി വദ്രിബൂഹുൻ فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. അല്ലാഹു പറയുന്നത് വല്ലാത്തി തഖാഫൂന നുശൂസഹുൻ, നിങ്ങളുടെ ഭാര്യമാര് അവരിൽ നിന്ന് നിങ്ങൾ അനുസരണക്കേട് ഭയക്കുന്ന സന്ദർഭം എന്ത് ചെയ്യണം? ഫഇദൂഹുൻ, അവരോട് വഅള് പറഞ്ഞു കൊടുക്കണം, ഉപദേശിക്കണം. അവരെ ഭാര്യമാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരെന്ത് ചെയ്യണം? അവരെ വഅള് പറഞ്ഞു കൊടുക്കണം, ഉപദേശിക്കണം. നല്ല ഉപദേശം കൊടുക്കുക, നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക, വളരെ ശാന്തമായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പിന്നെ ഖുർആൻ പറയുന്നത് അത് വിജയിക്കുന്നില്ലെങ്കിലോ രണ്ടാമത്തെ അവസ്ഥ കിടപ്പറ വെടിയണം. ശയനം 2 ഭാഗത്താട്ടെ. ഓള് ബെഡ്റൂമിൽ കിടക്കട്ടെ, അല്ലാതെ ഓളെ സിറ്റ് ഔട്ട് കിടത്തിയാണ് നമ്മൾ ബെഡ്റൂമിൽ കിടക്കല്ല. ഓള് തൽക്കാലം ബെഡ്റൂമിൽ കിടക്കട്ടെ. അത് മനഃശാസ്ത്രപരമായ ഒരു സമീപനാണ്. ഒരു പെണ്ണ് വല്ലാതെ അനുസരണക്കേട് കാണിക്കണം എന്നാൽ ഉടനെ തലാക്കല്ലല്ല, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ശരിയാകുന്നില്ല. എന്നാൽ പിന്നെ സഹോദര തൽക്കാലം അവളുമായിട്ടൊന്ന് കിടക്കല് 2 സ്ഥലത്താക്കും. അത് അധിക ദിവസം നീളൂല. ഓള് വഴിക്ക് വരുന്ന മനഃശാസ്ത്രപരമായ ഒരു സമയം. എന്നിട്ട് മാറ്റമില്ലെങ്കിൽ ഖുർആൻ പറയുന്നത് വഹ്ജുറൂഹുന്ന ഫിൽ മളാജി, ശയനസ്ഥാനം വെടിയണം. അതുമില്ലെങ്കിൽ വദ്രിബൂഹുന്ന, അടിക്കണം, ശിക്ഷിക്കണം. അത് തന്നെ നമ്മൾ പെരുവടി അടിക്കാൻ പാടില്ല, കസേരയൊക്കെ വലിച്ചിട്ട്. അങ്ങനെയല്ല സഹോദര, ശരീരം പൊട്ടുന്ന രൂപത്തിലല്ല, വേദന ഉണ്ടാക്കുക. അതൊക്കെ കൂടാതെ കഴിയാത്തുമ്പോഴേ ഈ ഭാര്യമാരെ തല്ലുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവരുത്. ചിലരെ അനങ്ങിയതല്ല, ഒരു വർത്താനം 2 മൂന്നൊക്കെ, അപ്പോൾ 4 വർത്താനം. എന്താ അടിച്ചോളി, ഏറിയാ ഞാനാണ് മരിക്കും, തച്ചോളി എന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ട് സഹോദര. ഒരു നരകം, എന്നും പ്രശ്നങ്ങൾ, കീരിയും പാമ്പും കണ്ടതുപോലെ. അങ്ങനത്തെ ഖുർആൻ പറഞ്ഞതോ നിങ്ങൾ ഭാര്യമാർക്ക് വസ്ത്രമാണ്, ഭാര്യമാര് നിങ്ങൾക്കും വസ്ത്രമാണ്. അങ്ങനെയാണ് അല്ല, അങ്ങനെയുള്ള ഖുർആൻ പറഞ്ഞതില്ലേ? അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ല എന്തല്ല, നിങ്ങൾ അവർക്ക് കീരിയാണ്, അവർ നിങ്ങൾക്ക് പാമ്പുമാണ് എന്ന് ഖുർആൻ പറഞ്ഞില്ല. ഇന്ന് പലയിടത്തും അങ്ങനെയാണ്. ഉണ്ടാവരുത് സഹോദര, ഒരു നിലക്കും രക്ഷല്ലേ. വഅള് പറഞ്ഞു കൊടുത്തോ, കിടപ്പറ വെടിഞ്ഞു, രക്ഷല്ലേ, നല്ല പെട കൊടുക്കണം. കൂടാതെ കഴിയില്ലെങ്കിൽ മാത്രം. അങ്ങനെ അവർ നിങ്ങൾക്ക് വഴിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മാർഗം നിങ്ങൾ അന്വേഷിക്കരുത്. പിന്നെ പഴയതൊന്നും മാന്തരുത്, പൊതി കെട്ടഴിക്കരുത്. അടിച്ചപ്പന് ശരിയായി, എന്നാ അവിടെ കെട്ട. പിന്നെ ഇടക്കിടക്ക് നീ തികട്ടി വരാൻ വേണ്ടോ? ബിരിയാണി എന്നതുപോലെ എന്ത് 4 കണ്ട സ്വഭാവം. അപ്പൊ തീർന്നില്ല. നിങ്ങളെ അടി കിട്ടിയോടുകൂടെ നമ്മൾ മനസ്സിലാക്കി നിങ്ങളൊരു സംഭവമാണ്. ഇനി നിങ്ങൾ എന്തിനാണ് അത് പറയുന്നത്? സഹോദര, അല്ലാഹുവിനെയാണ്. പിന്നെ അതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. കഴിഞ്ഞ മാർക്ക് അടിച്ചിട്ടും മാറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, അടിച്ചോളി, ഏറിയാൽ ഞാൻ മരിക്കും, അത്രയല്ലേ സംഭവിക്കുള്ളൂ. എനിക്കത് പ്രശ്നമില്ല, പള്ളിക്കാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എന്നൊക്കെയാണുള്ളൂ പറയുന്നത്. എങ്ങനെ ഒത്തുപോവുക? എന്നിട്ട് ഇപ്പം തൊലാക്കില്ല, പിന്നെ ആ തൊലാക്ക പെണ്ണുങ്ങൾക്ക് പ്രശ്നം എന്ന് പറയാൻ പറ്റും? ഈ തൊലാക്കന്നെ ചിലപ്പോൾ ഓള് കാരണത്താലാണ്. ഇനി നേരെ മറിച്ചുണ്ട്, അവിടെ പെണ്ണുങ്ങൾക്ക് ചിലപ്പോ അവര് ഈ വിവാഹമോചനം ആവശ്യപ്പെടുന്നുണ്ട്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ ഭാര്യ നബിയോട് വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് സാബിത്ത് ബിൻ ഖൈസ് വിരൂപിയാണ്, ചൊറുക്കില്ല, അതുകൊണ്ട് ഈ വിവാഹം ഒന്ന് വേർപ്പെടുത്തി തരണം നബിയെ. പെണ്ണ് ആവശ്യപ്പെടുക. അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ ആ പെണ്ണിന്റെ ആവശ്യം പരിഗണിച്ച് എന്ത് ചെയ്തു? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ തലാക്കില്ല. പെണ്ണ് അങ്ങോട്ട് ആവശ്യപ്പെടാം, അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുക, അതിനാണ് ഖുൽഉ എന്ന് പറയുന്നത്. ഇസ്ലാം എത്ര നീതിയോടുകൂടിയാണ് കാര്യത്തെ കാണുന്നത്. പിന്നെ എങ്ങനെ ഒരു തലാക്ക് ചെല്ലുമ്പോൾ അതാണ് പെണ്ണുങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്?
എന്തുകൊണ്ട് ഒരു നിലക്കും യോജിച്ചു പോകാത്തതുകൊണ്ടുള്ള തലാഖ് വരുന്നത്. ഇവിടെ നോക്കൂ, പിന്നെ ഖുർആൻ പറയുന്നത് വഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ, സൂറത്തുൻ നിസാഇൽ അല്ലാഹു പറയുന്നത് വഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബ്അസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. ഇനി നിങ്ങൾ അവരുടെ ഇടയിൽ ഭിന്നിപ്പിനവയപ്പെട്ടാൽ ഒരു നിലക്കും ആ ദമ്പതിമാർ ഒത്തുപോകില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ ഫബ്അസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ, അവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ല നീതിമാനെയും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ല നീതിമാനെയും നിങ്ങൾ അയക്കുക. അപ്പോ പുതിയാപ്പിളിന്റെ ഭാഗത്തുനിന്ന് ഒരാളും പുതിയണ്ണിന്റെ ഭാഗത്തുനിന്ന് ഒരാളും, അങ്ങനെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യണം? ശരിക്കും ചർച്ച ചെയ്യണം. ഇവരെ രണ്ടുപേരും ചർച്ച ചെയ്യാം. എന്നിട്ട് ആ ചർച്ചയിൽ നിന്ന് എന്താ ഉരുത്തിരിഞ്ഞു വരുന്നത്? ഇൻ യുരീദാ ഇസ്ലാഹാ യുവഫ്ഫിഖില്ലാഹു ബൈനഹുമാ, അവർ രണ്ടുപേരും അവർക്കിടയിൽ സന്ധിയാണോ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു അവർക്കിടയിൽ യോജിപ്പിക്കുന്നതാണ്. ഏത് നാട്ടിലുണ്ടാവില്ല നല്ല ആളുകൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനും ഒക്കെ പറ്റിയ ആളുകൾ, അങ്ങനത്തെ നല്ല രണ്ടാൾ ഓലെന്ത് പക്ഷം ചേരുന്ന ആളുകളാകരുത്. അങ്ങനെ ആ രണ്ട് നീതിമാന്മാരായ ആളുകൾ തമ്മിൽ ചർച്ച ചെയ്യാം. ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം എന്താ കാരണം? ആ കാരണങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ചിലത് പരിഹരിക്കാൻ പറ്റിയതായിരിക്കും, ചില കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റിയതായിരിക്കും. അവ ഇവർ കൂടിയിട്ട് അത് പരിഹരിക്കുന്ന വഴി സ്വീകരിച്ച് അവന് വന്നിട്ട് അവളെ കൊണ്ടുപോട്ടെ. അങ്ങനെ ചർച്ച ചെയ്ത് എന്താ പ്രശ്നം? ആ പ്രശ്നം തീർത്തു കൊടുത്തു. അതോടുകൂടെ ഇനി ഇവർക്ക് റാഹത്തായിട്ട് ജീവിക്കാം. അല്ല, ഇവരുടെ പ്രശ്നം അങ്ങനെ പറഞ്ഞു തീർക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അവിടെ പിരിയലാണ് ഖൈറ് എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യാം? നമ്മളൊരു കാര്യം ചെയ്യാം, തീർക്കാം. ഇതാണ് ഇസ്ലാം. ഇത് എവിടെ പ്രശ്നം സഹോദര? ഈ നിയമത്തിൽ എവിടെ പ്രശ്നം? എന്തെങ്കിലും ഒരു പ്രശ്നം വേണ്ടേ? ഇല്ല. ഈ സന്ദർഭത്തിലാണ് ഇപ്പൊ ഇസ്ലാം ത്വലാഖനം. ഇപ്പൊ ഇവിടെ ആദ്യം പിന്നെ ഉപദേശിക്കണം, പിന്നെ കിടപ്പറ വെടിയണം, പിന്നെ അടിക്കണം, പിന്നെ ചർച്ച ചെയ്യണം, എന്നിട്ട് ത്വലാഖ് എന്ന് പറഞ്ഞല്ലോ. ഇനി ഒരാൾ ഈ നിയമമൊന്നും പാലിക്കാതെ ആദ്യ ഘട്ടത്തിൽ തന്നെ ത്വലാഖില്ലാതെ ത്വലാഖ് സംഭവിക്കും. ഇവർക്ക് വേണ്ടത് ഈ ക്രമം അനുസരിച്ചാണ്. ആദ്യ ഘട്ടത്തിൽ ചൊല്ലിയാൽ തന്നെ തലാഖ് സംഭവിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഒരാൾ പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയെ 1000 വട്ടം തലാഖ് ചൊല്ലി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തലാഖ് കൊണ്ട് താങ്കൾ കളിച്ചു. 3 സംഭവിച്ചു. അല്ലാഹുവിൽ നിന്ന് താങ്കൾക്കൊരു രക്ഷാമാർഗം ലഭിക്കില്ല എന്ന് പറഞ്ഞു. വേറെ കാണാം 100 തലാഖ് ചൊല്ലി ഒരാള്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 3 സംഭവിച്ചു, 97 അതുകൊണ്ട് കളിച്ചു. ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരാളാണ് ത്വലാഖ് ചൊല്ലിയാലും എന്താവും? ത്വലാഖ് സംഭവിച്ചു. വേണ്ടത് എങ്ങനെയാണ്? ഈ ക്രമം പാലിക്കുക എന്ന് മാത്രമല്ല, പിന്നെന്ത് ചെയ്യണം? ശരിക്കും ത്വലാഖ് ചെല്ലേണ്ടത് ഒരു വട്ടേ ചെല്ലാൻ പാടില്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംബന്ധമായിട്ട് ചില ആയത്തുകൾ ഇതൊക്കെ പറയുന്നു. ഒരായത്ത് കേട്ടോളൂ. ഞാൻ ഒരായത്ത് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത്വലാഖു മർറതാനി ഫഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നത് 229-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, അത്വലാഖു മർറതാനി, ത്വലാഖ് 2 എണ്ണമാകുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? 3 എണ്ണം ഉണ്ട്, പക്ഷെ 3ലേക്ക് എത്തുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. 2 എണ്ണമാണെന്ന് പറയാൻ കാരണം, ആദ്യം ഒരു ത്വലാഖ് ഒരാൾ ചൊല്ലിയാൽ ഇനി ഇദ്ദന്റെ ടൈമിൽ വേണമെങ്കിൽ അവനിക്ക് എന്ത് ചെയ്യാം? ആ പെണ്ണിനെ തിരിച്ചെടുക്കാം. ഞാൻ അവളെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു. ഇനി ഇദ്ദന്റെ ടൈം കഴിഞ്ഞാലോ ഒരാൾ തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി, അവൾക്ക് 3 ശുദ്ധികാലം കഴിഞ്ഞു. ഇനി അയാൾക്ക് പുതിയ നിക്കാഹോടുകൂടെ അവൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ പുതിയ നിക്കാഹോടുകൂടെ എന്ത് ചെയ്യാം? സ്വീകരിക്കുക. 2ാമത് നിക്കാഹ് വേണം. പക്ഷെ പിന്നെ അയാൾക്ക് 2 ചാൻസേ ഉള്ളൂ ത്വലാഖ്. വീണ്ടും അവർ തമ്മിൽ പ്രശ്നം വന്നു സങ്കല്പിക്കുക, ഇയാൾ മടക്കിയെടുത്തു. അതല്ലെങ്കിൽ പുതിയ നിക്കാഹോടുകൂടെ തിരിച്ചെടുത്തു. പിന്നെയും അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉത്ഭവിച്ചു. എന്നാൽ അയാൾക്ക് ഒരു സമയം കൂടി അനുവദിച്ചു. ഒരു വട്ടം കൂടി ത്വലാഖ്. ഗത്യന്തരമില്ല.
വീണ്ടും പ്രശ്നങ്ങളാ. എന്നാ ഇനി ശ്രദ്ധിക്കണം. എന്താ കാരണം? ഇനി സഹോദര, ഇനി രണ്ടാമത് ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? മൂന്നാമതും ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി അവളെ അവനിക്ക് അനുവദനീയമാകണമെങ്കിൽ അവളെ വേറെ ഒരാൾ കല്യാണം കഴിച്ച് അവർ പരസ്പരം ബന്ധപ്പെട്ട് പിന്നെ അയാൾ ത്വലാഖ് ചൊല്ലി അതിന്റെ ഇദ്ദയും കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. ഖുർആൻ പറയുന്നത് ഫഇൻ തല്ലഖഹാ, ആ രണ്ട് തലാഖിന്റെ ശേഷം മൂന്നാമത്തെ തലാഖ് ഒരാൾ ചൊല്ലിയാൽ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, അവനല്ലാത്ത മറ്റൊരാള് ആ പെണ്ണിനെ കല്യാണം കഴിക്കണം. എന്നിട്ട് അവൻ തലാഖ് ചൊല്ലി അതിന്റെ ഇദ്ദയും കഴിഞ്ഞിട്ടേ ഇവനിക്ക് ആ പെണ്ണിനെ അനുവദനീയമാവുകയുള്ളൂ. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ മുത്തലാഖിനെ നിരോധിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. എന്തിനാവശ്യം? 3 തലാഖിലേക്ക് പരമാവധി മുസ്ലിങ്ങൾ പോവില്ല. ഒന്ന് ചൊല്ലി എന്നാലും എങ്ങനെയല്ലോ ഒത്തു പോട്ടെ എന്ന് മടക്കിയെടുത്തത്. വീണ്ടും ചൊല്ലേണ്ട അവസ്ഥ വന്നു, വീണ്ടും മടക്കിയെടുത്തു. ഇനി ഒരു നിലക്ക് ഒത്തു പോകില്ലെങ്കിൽ മാത്രമല്ലേ 3. അവിടെ 3 അല്ല യുക്തം. എന്താ കാരണം? മനഃശാസ്ത്രപരമായിട്ട് സഹോദര, താനേറെ സ്നേഹിക്കുന്ന തന്റെ ഭാര്യയെ മറ്റൊരാള് ബന്ധപ്പെടുന്നത് ഒരിക്കലും ഒരാളും ഇഷ്ടപ്പെടില്ല. അതെല്ലാവർക്കും അറിയാം. എന്നാൽ 3 തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവളെ ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കല്യാണം കഴിച്ച് ബന്ധപ്പെട്ട് തലാഖ് ചൊല്ലി ഇദ്ദ കഴിയണം. അപ്പൊ അതുകൊണ്ട് ഒരാളെ 3ലേക്ക് പോകില്ല. 3 ഞാൻ അവളെ ചൊല്ലിയാൽ പിന്നെ മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. വേറെ ആള് കല്യാണം കഴിക്കേണ്ട അവസ്ഥ അല്ലേ? അപ്പൊ വേറെ ആളെ ബന്ധപ്പെടും. അതുകൊണ്ട് ആ 3ലേക്ക് ഒരാള് ചിന്തിക്കൂല. പിന്നെ ഒരു നിലക്കും വഴിയില്ലെങ്കിൽ 3. എന്നാ അതുകൊണ്ട് സ്ത്രീകൾക്ക് എന്താ പ്രശ്നം? പ്രശ്നമില്ല എന്ന് പറയാൻ കാരണം 3 തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനോട് ചോദിച്ചു നോക്കൂ. 3 തലാഖ് ചൊല്ലപ്പെട്ട ഒരു പെണ്ണിനോട് ചോദിക്കുകയാണ്, എന്ത് ഈ തലാഖ് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ബുദ്ധിമുട്ടാ? ചൊല്ലിയത് നന്നായി എന്നാ പറയാം. കാരണം ഒരിക്കലും ഒത്തുപോകാത്തോണ്ട് അങ്ങനെ വന്നത്. എന്നാലും ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തി. ഒരു തലാഖ് തന്നെ നിരുത്സാഹപ്പെടുത്തി. അനുവദനീയ വിഷയങ്ങളിൽ അള്ളാഹ്ക്ക് ദേഷ്യമുള്ളതാണ് തലാഖ് എന്നാണ്. എന്റെ അർത്ഥം എന്താ? ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്നാൽ തലാഖ് ചൊല്ലൽ നിർബന്ധമായി വരുന്നൊരു സമയത്ത് പിന്നെ സങ്കീർണമാക്കാൻ പാടുണ്ടോ? ചില മതങ്ങളിലെ സഹോദര കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഥവാ മോചനം നടക്കണമെങ്കിൽ ഒരുപാട് കൊല്ലങ്ങൾ കാത്തു നിൽക്കണം. അതുകൊണ്ട് ജീവിതത്തിലെ സുപ്രധാനമായ ഘട്ടം രണ്ടാക്കും നഷ്ടപ്പെടുകയാണ്. എന്താ അതുകൊണ്ട് കാര്യം? തിരക്കടില്ല, അങ്ങനെ കാത്തുന്ന ഇവർ നന്നാവും എന്നുണ്ടെങ്കിൽ ഇല്ലല്ലോ. എന്നാൽ ഇസ്ലാമിൽ ഇതിന്റെ നിയമങ്ങൾ എത്ര കർശനാണ്. കാരണം ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തലാഖ് സൂറത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തലാഖ് പിന്നെ ചെല്ലുകയാണെങ്കിൽ ഇദ്ദയുടെ ടൈമിൽ ചെല്ലണം എന്ന് പറയും. അതായത് ശുദ്ധികാലത്ത് ചെല്ലണം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഖുർആൻ പറയുന്നത് എന്താ? ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന വലാ യഖ്റുജ്ന ഇല്ലാ അൻ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യിന, വ്യക്തമായ നീചവൃത്തി കൊണ്ടുവന്നാലല്ലാതെ അവളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്, അവള് പുറത്തു പോകുകയും അരുത്. ഇത് ഖുർആൻ നേരെ പറഞ്ഞതും ഇന്ന് തീരെ ശ്രദ്ധിക്കാത്തതാണ്. ഇപ്പോ ഒരാളെ വിളിച്ചിട്ട് പറയാണ്, മരുമകൻ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളെ മകളെ ഞാൻ ഒരു തലാഖാണ് ചൊല്ലിയിട്ടുണ്ട്. ഭയങ്കര ചൂടില്ല മരുമകൻ. എന്നാ ഇയാളെന്താ ചെയ്യാ? ഇയാൾ അപ്പൊ തന്നെ ഒരു വണ്ടി എടുത്ത് പോയിട്ട് മകളെയും കൊണ്ടുപോരും. കാണിച്ചു തരാം, ശരിയാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനല്ലേ സംഭവിക്കാം. നമ്മളയാളെ വിളിച്ച് പറയാണ്, മസല പറയാണ്, അല്ല ഒരു തലാഖല്ലേ അയാൾ ചൊല്ലിയത്? അതെ. എന്നാലേ ഓൾ അവിടെ നിൽക്കേണ്ടത്. ഒരു തലാഖ് കെട്ടിക്കാണ് എന്റെ കുട്ടിനെ ഞാൻ അവിടെ നിർത്തിയത്, എന്റെ പട്ടിനെ കിട്ടൂല എന്ന് പറഞ്ഞ അയാൾ ചൂടാകും. നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തതാ. യഥാർത്ഥത്തിൽ സഹോദര, ത്വലാഖ് ചൊല്ലപ്പെട്ട 1-2 ത്വലാഖ് ചൊല്ലിയാൽ 1-2 ത്വലാഖ് ചൊല്ലിയാൽ മടക്കിയെടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ആ പെണ്ണ് ഇദ്ദയിരിക്കേണ്ട അവിടെ ഭർത്താവിന്റെ വീട്ടിലാ. ഇത് ഇന്ന് നമ്മളെ സമുദായം ശ്രദ്ധിക്കാത്ത കാര്യ. അവളെ പുറത്താക്കാൻ അവകാശം അവനില്ല, ഓള് പുറത്തു പോകാനും ഓള് പാടില്ല. എങ്ങനല്ലാതെ വ്യക്തമായ നീചവൃത്തി കൊണ്ടുവന്നാലല്ലാതെ. അതായത് ഓളെ അവിടെ നിർത്തിയ ഓള് വ്യഭിചാരത്തിന് പോകുന്നുണ്ടെങ്കിൽ ഓളെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഭയങ്കര കലഹാകുന്നുണ്ട്. ഇപ്പം തലാഖല്ലേ. ഇനി ഇദ്ദന്റെ സമയത്ത് അവള് അവന്റെ വീട്ടിൽ തന്നെ നിൽക്കണം. പക്ഷെ ആ സമയത്ത് അവർ തമ്മിൽ പിന്നെ വഴക്കും വക്കാനും കൂടിയിട്ട് അത് വലിയ പ്രശ്നത്തിലേക്ക് വഴി വെക്കുന്നുണ്ടെങ്കിൽ അവളെന്ത് ചെയ്യാം? നമുക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ അവിടെ എന്തിനറിയോ? പരമാവധി മാനസികമായിട്ട് അവരടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തലാഖല്ലേ. ഓളിപ്പാട് തന്നെ ഉള്ളത് 3 ശുദ്ധിക്കാലിനി അവിടെയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിന് മാറ്റം വരാൻ തുടങ്ങി. പാവം. ഓൽക്ക് വർത്തമാനം പറയാനൊന്നും പറ്റൂല, തലാഖല്ലേ അല്ലേ, കാണാനൊന്നും പറ്റൂല. അപ്പൊ ഇയാൾക്കിങ്ങനെ തോന്നി, എന്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇങ്ങനെ അറിയാൻ തുടങ്ങി. സ്ഥിരയുടെ ആളില്ല, ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴല്ലേ വില അറിയാം.
ഇവന്റെ മാനസികമായിട്ട് ഇങ്ങനെ ഇവർ തമ്മിലുള്ള, അവൾക്കും അങ്ങനെ ഉണ്ട്, ഒറ്റയ്ക്ക് കിടന്നിട്ടൊരു പ്രയാസം. അങ്ങനെ അവർ തമ്മിലുള്ള ആ രൂക്ഷമായ ആ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിങ്ങനെ മയപ്പെട്ട് വരാൻ തുടങ്ങി. അങ്ങനെ മാനസികമായിട്ട് പ്രതീക്ഷിക്കാതെ അവരെന്ത് ചെയ്യും? അപ്പൊ അവന് തോന്നി പറ്റിപ്പോയതാണ്. അവൻ പറയും, എടി ഞാൻ എന്നെ തിരിച്ചെടുത്തിരിക്കുന്നു. ഓളും പറഞ്ഞു, കാര്യങ്ങൾ തിരിച്ചെടുക്കുന്നൊക്കെ. പക്ഷെ ഇതിങ്ങനെ തോന്നും പോലെ ചെല്ലാനും തിരിച്ചെടുക്കാനും പറ്റൂല. ഇനി 2 ചാൻസേ ഉള്ളൂ. അറിയല്ല, സുഖല്ല. ഈ 2 ചാൻസ്. ഈ പുതിയ നിക്കാവൊന്നും വേണ്ട, 4 ആൾ അറിയിക്കൊന്നും വേണ്ട, ചെറിയ തക്കാരൊക്കെ ഉണ്ടാക്കണം. കാര്യം തീർത്തിയാണ്, പിന്നെ തിരിച്ചെടുത്താണ്. അപ്പൊ ആ വകയില് സുഹൃത്തുക്കൾ ചിലപ്പോൾ ബ്രോസ്റ്റ് വേണമെന്നൊക്കെ പറയും. പിന്നെ തിന്നാനൊരു വകുപ്പുണ്ടാണെന്നേ ഉള്ളൂ. അപ്പൊ ഖുർആൻ വെച്ചത് വളരെ ഫിറ്റാണ്. അതായത് ഈ പെണ്ണ് ഇദ്ധരിക്കേണ്ടത് അവിടെ. പിന്നീട് അല്ലാഹു പറയുന്നത് വതിൽക ഹുദൂദുല്ലാഹ്, അത് അല്ലാഹുവിന്റെ നിയമപരിധിയാണ്. ഈ നിയമം അല്ലാഹു വെച്ചതാണ്. നിക്കാഹും ത്വലാഖും. ഈ ത്വലാഖ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നടന്നാൽ ആ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ഇദ്ധരിക്കാം. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അല്ലാഹുവിന്റെ നിയമപരിധി ഒരാൾ വിട്ടുകടന്നാൽ ഫഖദ് ളലമ നഫ്സഹു, അവനവന്റെ സ്വന്തത്തോട് അതിക്രമം കാണിച്ചിരിക്കുന്നു. ലാ തദ്രീ ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറാ, നിനക്കറിയില്ല അതിന്റെ ശേഷം അല്ലാഹു ചില കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കിയേക്കാം. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഈ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ഇദ്ദ ഇരിക്കുന്ന സമയത്ത് അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഇവർ പുതിയതായിട്ട് വല്ലതും ഉണ്ടാക്കണമെന്ന ഇവരെ മനസ്സ് അടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ 5 നിബന്ധനകളോടുകൂടെ സഹോദര ചെയ്ത നിക്കാഹല്ലേ, അതാണ് വേർപ്പെടുത്തിയത്. എങ്ങനെങ്കിലും അത് ഒന്ന് വിളക്കി ചേർക്കാൻ കഴിഞ്ഞാൽ അതല്ല നല്ലത്. അതിനുള്ളൊരു സാഹചര്യമാണ് ഇദ്ദയുടെ സമയത്ത് അവിടെ തന്നെ ഇരിക്കണം. فإذا بلغنا أجلهن فأمسكوهن بمعروف أو فارقوهن بمعروف. ഇനി അവിടെ ഇദ്ദ തീരാനായി ഖുർആൻ പറയാണ് ഫഇദാ ബലഗ്ന അജലഹുന്ന, അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ, അതായത് ഇദ്ദ കഴിയാനുള്ള സമയത്തോടടുത്താൽ ഫഅംസികൂഹുന്ന ബിമഅറൂഫ്, ഒന്നുകിൽ അവളെ നല്ല രൂപത്തിൽ പിടിച്ചു നിർത്തുക. അതായത് ഇദ്ദ കഴിയുന്നതിന് മുമ്പ് ഇവനക്ക് എന്ത് ചെയ്താൽ മതി? അവളോട് ഞാൻ എന്നെ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. നല്ല രൂപത്തിൽ ഓളെ അവിടെ പിടിച്ചു നിർത്തുക. അല്ലെങ്കിൽ നല്ല രൂപത്തിൽ അവരെ വേർപ്പെടുത്തുക. അതായത് വേർപ്പെടുത്തിയാൽ ആദ്യം ഇദ്ദ സമയം ആണ് അവസാനിക്കാനായി, മനസ്സിന് യാതൊരു മാറ്റമില്ല, ഒത്തുപോകില്ല, മടക്കിയെടുക്കാനാവൂല, എന്നാൽ നല്ല രൂപത്തിൽ പിരിക്കുക. ഇനി കുറ്റം അങ്ങോട്ട് കൊണ്ട് പറയണം. എന്റെ പെണ്ണുങ്ങളെ കാര്യം നിർത്തില്ലേ, എന്റെ വർത്താനം പറയണ ഇഷ്ടം. ഇത്ര മോശപ്പെട്ടൊരു പെണ്ണ് അള്ളാന്റെ ഭൂമിലോകത്തുണ്ടാവില്ല. എന്നിട്ട് പിന്നെ ആ പെണ്ണിന്റെ കുറ്റം അങ്ങനെ പറയണം, ഓളോ അന്ന കാര്യം തീർത്തൂലേ, അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പയുടെ ഒക്കെ നമ്മൾ പെട്ടതാണ്. ഇത്ര വൃത്തികെട്ടൊരു ജന്തു ഭൂമിയിൽ ഉണ്ടാവില്ല അയാളും. ആരും പറയണ്ട. ഒരു സൂഫി വരെ എന്റെ ഭാര്യ സ്വഭാവം വളരെ മോശമായി, അതിന്റെ കാര്യം തീർക്കും. അപ്പൊ ആദ്യം പിന്നെ ഇയാളോട് ചോദിച്ചു, എന്താ നിങ്ങളെ ഭാര്യ തമ്മിൽ വലിയ പ്രശ്നമുണ്ടോ? മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. എന്തിനപ്പോ തന്റെ ഭാര്യന്റെ കുറ്റം എല്ലാവരോടും പറയുന്നു എന്നുള്ള രൂപത്തിൽ. തൊലാക്ക് ചൊല്ലിന്റെ ശേഷം പിന്നെ ചിലർ ചോദിച്ചു, അപ്പോ പ്രശ്നം ഉണ്ടായിട്ട് തൊലാക്ക് ചൊല്ലില്ലേ? ഞാൻ ഒന്നും പറയില്ല. കാരണം എന്താ? ഇപ്പോൾ അന്യ പെണ്ണ്, വെറുതെ ഇതിനാ അന്യൊരു പെണ്ണിന്റെ കുറ്റം ഞാൻ പറയുന്നത്. ആദ്യന്റെ ഭാര്യ ആയതുകൊണ്ടാ പറയാതിരുന്നത്, ഇപ്പൊ അന്യ പെണ്ണായതുകൊണ്ടായതുകൊണ്ട്. നല്ല നിലപാടാണല്ലേ. നമ്മൾ ചിലപ്പോൾ കരുതാം അങ്ങനത്തെ സുഖം കിട്ടിയില്ല, അങ്ങനെ കരുതരുത്. അതാണ് ധീ. വെറുതെ ഒന്നുകിൽ നല്ല രൂപത്തിൽ പിടിച്ചു നിർത്തുക. വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ഒരവസ്ഥ. ഇൻഷാ അല്ലാഹ് അവനിക്ക് ഒരു ജീവിതം ഉണ്ടാവും, അവൾക്ക് വേറൊരു ജീവിതം ഉണ്ടാവും. അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ നിലപാടുകൾ നോക്കും. ഇനി അങ്ങനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അല്ലാഹ് പറയുന്നത് നിങ്ങളെ കൂട്ടത്തിൽ നീതിമാന്മാരായ 2 സാക്ഷികളെ നിർത്തണം. സുന്നത്തുള്ളൂ കേട്ടോ. നിക്കാഹിന് 2 സാക്ഷികൾ നിർബന്ധ, ത്വലാഖിന് നിർബന്ധമല്ല.
സാക്ഷി ആവശ്യമില്ല. ഒരാൾ തന്റെ ഭാര്യയോട് അമ്മ ഞാൻ തൊലാക്കല്ലേ, സാക്ഷി ഉണ്ടോ? നിങ്ങൾ ഒറ്റക്കണ ചെല്ലിയതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. തിരിച്ചെടുക്കാൻ നല്ലത് രണ്ട് സാക്ഷി. ഇനി വല്ല തർക്കം വരികയാണെങ്കിൽ അതിനൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് സുന്നത്തേ ഉള്ളൂ. അള്ളാഹുവിന് വേണ്ടി ആ സാക്ഷ്യം നിലനിർത്തുകയും വേണം. അങ്ങനെ ഓൻ തിരിച്ചെടുത്തതിന് നമ്മൾ സാക്ഷിയായാൽ പിന്നെ ഒരു വിഷയം വന്നാൽ അത് ശരിക്കും ചെയ്യണം, പറയണം. എന്ത്? ഞാൻ അതിന് സാക്ഷിയാണെന്ന് പറയണം. അള്ളാഹു പറയുന്നത്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുഅ്മിനായ ഒരാളോട് നിങ്ങൾക്ക് വഅദ് പറയുന്ന അള്ളാഹുവിൽ നിന്നുള്ള ഉപദേശമാണിത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവനിക്ക് അള്ളാഹു രക്ഷാമാർഗം നൽകുന്നതാണ്. അവിടെ നിൽക്കട്ടെ, സമയമായല്ലോ. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അവിടെ വലിയൊരു വിഷയം. നമുക്ക് ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ, കാണാതായാലും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശാലമായിട്ട് പറയാം. നോക്കൂ, അള്ളാഹുവിന്റെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് തക്കവണ്ണെങ്കിലും അള്ളാഹ് രക്ഷാമാർഗം നൽകും. ആ ആയത്ത് കഴിഞ്ഞിട്ടില്ല, രണ്ടാമത്തെ ആയത്താണ്. അതിന്റെ ബാക്കിയാണ് വയറുസുഖ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. നമ്മൾ പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ആയത്ത്. വീണ്ടും തലാഖിന്റെ മറ്റു മസലയിലേക്ക് വരാണ് പിറ്റത്തായിട്ട്. അതിന്റെ അടിയിൽ വേറെ വിഷയം അള്ളാഹു കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും കൃത്യമായിട്ട് വരണം. അള്ളാഹു തആല നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 2 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഇന്ന് ചായയും കടി നൽകിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ചെലവ് ചെയ്തത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം അവരുടെ മരിച്ചുപോയ സഹോദരന്റെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഇത്ര നല്ല കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും ചെലവ് ചെയ്യണം. ചായക്കൊക്കെ ഓരോ ക്ലാസ്സിൽ ചായക്ക് ഓരോരുത്തർ ചെലവ് ചെയ്യണം. നമ്മൾ ഈ ചെലവഴിക്കുന്നത് മാത്രമാണ് ഇങ്ങനത്താണ് നമ്മളെ സമ്പത്ത്. മറ്റേ സമ്പത്തിന്റെ കഥ അല്ലേ? മിനിഞ്ഞാന്ന് രാത്രി 1000ന്റെയും 500ന്റെയും നോട്ടിനോട് പല ആളുകൾക്കും പെരും വെറുപ്പ്. അതിന്റെ തലേ ദിവസം 1000ന്റെ നോട്ടിന് വേണമെങ്കിൽ സുജൂദ് ചെയ്യുമായിരുന്നു. ഇന്നലെ ആ സാധനം കാണുമ്പോൾ വെറുപ്പ് അല്ലേ? അത്രയുള്ളൂ ദുനിയാവിന്റെ കഥ. ഇനി അടുത്ത 2000ന്റെ ഒറ്റ നോട്ട് അതിന് സല്യൂട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. പക്ഷെ അത് ഇതുപോലെ കള്ളന്മാരടങ്ങി ഒരു പണി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതാം. ഏതായിരുന്നാലും ഞാൻ പറയുന്നത് ദുനിയാവ് അങ്ങനെ തന്നെയാണ്. നമ്മുടെ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ചെലവഴിക്കുക. ആര് കടം ചോദിച്ചാലും കൊടുക്കാതെ ഒക്കെ പൂർത്തി വെച്ച പെണ്ണുങ്ങളടക്കം കുടുങ്ങിക്കിടക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. اللهم صل على محمد والآل كلهم وسلم. 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 اللهم صل على محمد والآل كلهم وسلم.
اللهم صل على محمد والآل كلهم وسلم 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 اللهم صل على محمد والآل كلهم وسلم. നമ്മൾ ആ ചായക്ക് ചെലവേറ്റ സഹോദരന്റെ ഉദ്ദേശ സഹോദരന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതി അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരൊക്കെ ഉൾപ്പെടുത്തും. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിന്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകളൊക്കെ മാപ്പാക്കണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും ഞങ്ങളോട് നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖൈറും റാഹത്തും നൽകണേ റഹ്മാനെ. അന്തസ്സും അഭിമാനവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആന്റെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർ നിന്റെ ഭവനത്തിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ ഞങ്ങളുടെ ഈ ഇരുത്തം സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അർഹമായ കൂലി നൽകണേ റഹ്മാനെ. ഈ സദസ്സിലുള്ളവരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അനുയോജ്യമായ ജോലി നൽകണേ റഹ്മാനെ. സമ്പത്തിന് വർദ്ധനവ് നൽകണേ റഹ്മാനെ. എല്ലാ ആഫത്തും മുസീബത്തുകളെ തൊട്ടും കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആന്റെ ഹക്ക് കൊണ്ട് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെ മഹത്വം കാരണം അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ജീവിതത്തിലെ പ്രശ്നങ്ങളും തീർത്തു തരണേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശമനം നൽകണേ റഹ്മാനെ. മാരക രോഗങ്ങൾ നൽകണ റഹ്മാനെ. അല്ലാഹുവേ, ഈ സാസിന്റെ പുറത്ത് ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്ഥിരമായി ഇതിൽ കേൾക്കുന്ന പഠിതാക്കളായി ഒരുപാട് ആളുകൾ വിദേശത്തടക്കം. അല്ലാഹുവരുടെയൊക്കെ ജോലികളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഒരു അപകടത്തിലും അവരെ പെടുത്തല്ല റഹ്മാനെ. വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് റാഹത്തോടെ കുടുംബത്തിലേക്ക് അണയാനും ഭാഗ്യം നൽകണേ റഹ്മാനെ. ബുദ്ധിമുട്ടുള്ള രോഗികളായ ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അന്തസ്സും അഭിമാനവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഖൈറു ഉമ്മയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കണേ റഹ്മാനെ. അതിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസുമായ വിധത്തെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഉദ്ദേശിച്ച സഹോദരന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ആ സഹോദരന് വേണ്ടി ആ കുടുംബം ചെലവ് ചെയ്തത് സ്വീകരിക്കണേ റഹ്മാനെ. അതിന്റെയൊക്കെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ എല്ലാവരുടെ ഖബറും വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. പരലോകത്തെ അർശിന്റെ തണൽ നൽകണേ റഹ്മാനെ. പുണ്യനബിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ
അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ ഖുർആന്റെ ഈ സാസ് ഒരുക്കുന്നതിന് പ്രവർത്തിക്കുന്നവർ, ഇത് അറേഞ്ച്മെന്റ് ചെയ്തവർ, ഇതിന് എല്ലാ നിലക്കും സാമ്പത്തികമായും മറ്റൊക്കെ സഹായം ചെയ്യുന്നവർ, മാനസികമായിട്ടെങ്കിലും ഇത്തരം സംവിധാനങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, അല്ലാഹുവേ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ